ഇന്നലെ നമ്മൾ പഴയ നിയമത്തിലെ 5 അധ്യായങ്ങൾ മാത്രമുള്ള വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ധ്യാനിച്ചുവെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ നിന്നും ഇന്നലെ ധ്യാനിച്ച അത്രയും അധ്യായം 5 അധ്യായം മാത്രമുള്ള പത്രോസിന്റെ 1-ാമത്തെ ലേഖനത്തിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി അധ്യായങ്ങളുള്ള ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ ഒരു പക്ഷേ പ്രയാസമായിരിക്കും. 5 അധ്യായമുള്ള ഒരു പുസ്തകത്തെക്കുറിച്ച് ചില ധ്യാനചിന്തകൾ പങ്കുവച്ചാൽ ഇന്ന് ശാന്തമായി വീട്ടിൽ പോയി ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഒരു വേദഭാഗത്തെ മാത്രം, ചില വാക്യങ്ങളെ മാത്രമാണ് ആസ്പദമാക്കിയാണ് ധ്യാനചിന്തകൾ നയിക്കുന്നത് എങ്കിലും ആ ധ്യാനചിന്തകൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ പോർഷൻസ്, ആ ടെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, ആ പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകം 5 അധ്യായങ്ങളാണെങ്കിൽ പത്രോസിന്റെ 1-ാം ലേഖനവും 5 അധ്യായങ്ങളാണ്. ഈ 2 പുസ്തകങ്ങളും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ ഏറെ നമുക്ക് സാദൃശ്യപ്പെടുത്താനുണ്ട് വിലാപങ്ങളുടെ പുസ്തകവും പത്രോസിന്റെ 1-ാം ലേഖനം. കാരണം വിലാപങ്ങളുടെ പുസ്തകത്തിൽ നെബുക്കദ്നേസർ എന്ന് പറയുന്ന ബാബിലോണിലെ ചക്രവർത്തി യെരുശലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തി ദൈവജനത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി എങ്കിൽ പത്രോസ് തന്റെ 1-ാം ലേഖനം എഴുതുമ്പോൾ സമാനമായ മറ്റൊരു പരിസരമായിരുന്നു ക്രിസ്തുവിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടിയിരുന്നത്. ബാബിലോണിയ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ നെബുക്കദ്നേസറിന് പകരം, പഴയ നിയമത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന ദൈവജനത്തിന് പകരം, നെബുക്കദ്നേസറിന് പകരം റോമൻ ചക്രവർത്തിയാണെന്നും അതിന് പകരം അതുപോലെ തന്നെ ദൈവജനത്തിന് പകരം ക്രൈസ്തവ സഭയാണെന്നുമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് BC 586-87 കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് നെബുക്കദ്നേസർ എന്ന് പറയുന്ന ചക്രവർത്തി യെരുശലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തി ദൈവജനത്തെ പ്രലോഭനങ്ങളുടെ മധ്യത്തിലൂടെ നടത്തിക്കൊണ്ടുപോയി അവരുടെ വിശ്വാസ ജീവിതത്തിനു മുമ്പിൽ വെല്ലുവിളി ഉയർത്തിയത്, അതേപോലെ തന്നെ പത്രോസ് തന്റെ ലേഖനം എഴുതുന്ന കാലഘട്ടത്തിലെ റോമൻ ഭരണകൂടം ക്രിസ്തു വിശ്വാസികളെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് എങ്ങനെയാണ് ആദിമസഭ, ഏർലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തു സഭ റോമൻ സാമ്രാജ്യം ഉയർത്തിയ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചത് എന്ന് പഠിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായ പുസ്തകമാണ് 5 അധ്യായങ്ങളുള്ള പത്രോസിന്റെ 1-ാം ലേഖനം. പത്രോസിന്റെ 1-ാം ലേഖനത്തിന്റെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് കഷ്ടതയോടുള്ള ക്രിസ്തീയ സമീപനം എന്ന വിഷയമാണ്. ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സഫറിങ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കഷ്ടനഷ്ട അനുഭവങ്ങൾ വന്നാൽ ഒരു ദൈവ പൈതൽ എങ്ങനെ അതിനെ അതിജീവിക്കണം എന്നുള്ള സന്ദേശം പത്രോസിന്റെ ലേഖനത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കാണാതെ പഠിച്ചിരിക്കേണ്ട ചില വാക്യങ്ങൾ പത്രോസിന്റെ 1-ാം ലേഖനത്തിലുണ്ട്. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ശക്തി പകരുന്ന വാക്യങ്ങളാണ്. ദിശ തെറ്റി നമ്മൾ ഉഴലുമ്പോൾ, നാളെ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് നമ്മൾ അസ്വസ്ഥ ചിത്തരായി തീരുമ്പോൾ, നിരാശയുടെ നീർച്ചുഴിയിൽ നട്ടം തിരിയുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്ന, ധൈര്യം പ്രദാനം ചെയ്യുന്ന, തുടർന്ന് ജീവിക്കുവാൻ നമുക്ക് പ്രസാദാത്മകമായ ചിന്തകൾ നൽകുന്ന അർത്ഥസമ്പുഷ്ടമായ വാക്യങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത് പുസ്തകം പത്രോസിന്റെ 1-ാം ലേഖനം. പത്രോസിന്റെ 1-ാം ലേഖനം നമ്മളിന്ന് വായിച്ചു കേട്ട വേദഭാഗം അതിൻ്റെ 1-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ സജീവമായ ഒന്നായി മാറണമെങ്കിൽ, സാക്ഷ്യ ജീവിതത്തിൽ നമ്മൾ ശക്തമായി മുന്നേറണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ അച്ഛൻ എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയത്തിനുള്ളിൽ പങ്കുവയ്ക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ചിതറിപ്പാർത്ത ക്രിസ്തുവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പത്രോസ് തൻ്റെ ലേഖനം എഴുതുന്നത്. പത്രോസ് ലേഖനം ആർക്കാണ് എഴുതിയത് എന്ന് 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ. പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലുമൊക്കെ ചിതറിപ്പാർക്കുന്ന, പരദേശികളായി പാർക്കുന്ന, പ്രവാസികളായി പാർക്കുന്ന ക്രിസ്തുവിശ്വാസികൾക്ക് എഴുതി എന്നാണ് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പൊന്തോസും ഗലാത്യയും കപ്പദോക്യയും ആസ്യയും ബിഥുന്യയും ഒക്കെ 1-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള പ്രവിശ്യകളായിരുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ സന്ദേശം പഠിക്കാൻ നമ്മളെ വളരെയധികം സഹായിക്കും.
വിശുദ്ധ വേദപുസ്തകത്തിലെ ഏത് പുസ്തകം നമ്മൾ പഠിച്ചാലും അത് എഴുതപ്പെട്ട കാലഘട്ടത്തിന്റെ സവിശേഷതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി, അന്ന് അവർ അഭിമുഖീകരിച്ച പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നമ്മളത് ധ്യാനിക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആഴമേറിയ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ പ്രദേശങ്ങളെല്ലാം റോമൻ സാമ്രാജ്യത്തിന്റെ പ്രോവിൻസസ് ആയിരുന്നു, പ്രവിശ്യകളായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റോമൻ ഭരണകൂടം ക്രിസ്തുവിശ്വാസം ഒട്ടും പ്രോത്സാഹിപ്പിച്ച ഭരണകൂടമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവരാണ് യേശു കർത്താവിനെ ക്രൂശിൽ തറച്ച് കൊന്നത്, ആണോ? അവരാണ് യേശുവിൻ്റെ ഭൗതിക ശരീരം കല്ലറയിൽ അടക്കം ചെയ്യുക മാത്രമല്ല, എന്ത് ചെയ്തു എന്നറിയാമോ? കല്ലറ വലിയ കല്ലുരുട്ടി വെച്ച് അവൻ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കരുതെന്ന് കരുതി സീൽ ചെയ്യുകയും പടയാളികളെ അതിനു മുമ്പിൽ അണിനിരത്തുകയും ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിലൂടെ യേശു കർത്താവ് പ്രചരിപ്പിച്ച, യേശു കർത്താവ് പ്രഖ്യാപിച്ച ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ മുഴുവൻ യേശുവിന്റെ ക്രൂശു മരണത്തോടുകൂടി അസ്തമിക്കും എന്നാണ് അവർ കരുതിയത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. അവൻ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിൽ വിശ്വസിച്ചവർ ഒരുമിച്ച് ചേർന്ന് വന്നു. അവർ ക്രിസ്തുവിന്റെ സാക്ഷികളായി തീർന്നു. അവർ സഞ്ചരിച്ചു സുവിശേഷ വേല ചെയ്തു. റോമൻ ഭരണകൂടത്തെ പോലും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തു വിശ്വാസം പ്രചരിച്ചു. അങ്ങനെ ക്രിസ്തു വിശ്വാസം 1-ാം നൂറ്റാണ്ടിൽ പ്രചരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് പൊന്തോസ്, ഗലാത്യ, കപ്പദോക്കിയ, ആസിയ, ബിഥുന്യ തുടങ്ങിയ സ്ഥലങ്ങൾ. അതുകൊണ്ട് അവിടെ പാർത്തിരുന്ന ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റോമൻ ഭരണകൂടം വളരെ സംശയത്തോടുകൂടി കാണുകയും നിരവധി പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന് വേദപുസ്തക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തങ്ങൾ ജീവിക്കുന്ന ജീവിത പരിസരങ്ങളിൽ നിരവധി പ്രതിസന്ധി ഏറി വരുമ്പോൾ, പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ, വിശ്വാസത്തിന് വേണ്ടി അടിയുറച്ച് നിന്നാൽ പീഡനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ, കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പരസ്യമായി സാക്ഷിച്ചാൽ, യേശു കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഒരുമിച്ച് കടന്നു വന്നാൽ, പീഡനം നേരിടേണ്ടി വന്നാൽ, രക്തസാക്ഷികളായി തീരേണ്ടി വന്നാൽ ആര് അതിനുവേണ്ടി ചേർന്ന് വരും? അതുകൊണ്ട് ആഗ്രഹമുള്ളവർ പോലും പിന്മാറാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ വിശ്വാസത്തിനു വേണ്ടി കഷ്ടവും നഷ്ടവും സഹിക്കുവാനുള്ള വിമുഖത ക്രിസ്തുവിശ്വാസികളിൽ വർദ്ധിച്ചു വന്ന ഒരു വേളയിൽ പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനത്തിലൂടെ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഏത് പീഡനം വന്നാലും, ഏത് എതിർപ്പ് വന്നാലും ഒരു ദൈവ പൈതൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞ് പിന്മാറുവാൻ വേണ്ടിയല്ല നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണെന്നറിയാമോ? പ്രതിസന്ധിയുടെ മധ്യത്തിലും കർത്താവിൻ്റെ സാക്ഷിയായി ധൈര്യത്തോടെ യേശു കർത്താവിനെ സാക്ഷിക്കുവാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി നിങ്ങളുടെ പ്രായോഗിക ക്രിസ്തീയ ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയായി തീരണം എന്നാണ് അവരോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവർ ജീവിച്ച 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തുവിശ്വാസികൾ ജീവിച്ച പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്കിയിലും ആസിയിലും ബിഥുന്യയിലുമൊക്കെ എങ്ങനെ പ്രതിസന്ധിയുടെ മധ്യത്തിലും കർത്താവിൻ്റെ സാക്ഷിയായി തീരാം എന്നവരെ പഠിപ്പിക്കുന്ന 4 ശ്രദ്ധേയമായ കാര്യങ്ങൾ ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു പൊതുസമൂഹത്തിലാണ്, അല്ലേ? പൊതുസമൂഹത്തിലാണ്. പണ്ടത്തേനേക്കാൾ കൂടുതൽ ഈ പൊതുസമൂഹം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു പക്ഷേ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ഒരു പൊതുസമൂഹത്തിൽ എങ്ങനെ കർത്താവിൻ്റെ സാക്ഷിയായി തീരാം? ഹൗ ഫാർ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ അസ് ടു വിറ്റ്നസ് ജീസസ് ക്രൈസ്റ്റ് ഇൻ എ പബ്ലിക് സ്പേസ്? ഒരു പൊതുവിടത്തിൽ എങ്ങനെ കർത്താവിൻ്റെ സാക്ഷിയായി തീരാമെന്നുള്ളത് ഇന്നത്തെ ധ്യാന ചിന്തയുമായി ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കുമെങ്കിൽ ഈ വർഷത്തെ കൺവെൻഷൻ്റെ 2-ാം ദിനം കൂടിവരവ് ഏറെ അർത്ഥപൂർണമായി തീരും. പത്രോസ് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തു വിശ്വാസികളോട് പറയുന്ന 1-ാമത്തെ കാര്യം, നിങ്ങൾ പാർക്കുന്ന ഇടങ്ങളിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം. 2, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്നുള്ള അവബോധത്തോടെ ജീവിക്കണം. ഈ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ പൊതുസമൂഹത്തിൽ ഇതര മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും മധ്യത്തിൽ ജീവിക്കുമ്പോൾ, റോമൻ സാമ്രാജ്യത്തിന്റെ പ്രവിശ്യകൾ ജീവിക്കുമ്പോൾ, യഹൂദന്മാർക്ക് വലിയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ
ഒരു ദൈവ പൈതലിനെ എങ്ങനെ അടയാളപ്പെടുത്തണം എന്ന് പത്രോസ് ശ്ലീഹ ഈ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ആരാണെന്നറിയാമോ? നിങ്ങൾ വിശുദ്ധരും വീണ്ടെടുക്കപ്പെട്ടവരുമാണ് എന്നുള്ള അവബോധത്തിൽ ജീവിക്കണം എന്നാണ് പറയുന്നത്. യു ഷുഡ് ബി എ സാങ്ക്ടിഫൈഡ് കമ്മ്യൂണിറ്റി ആൻഡ് യു ഷുഡ് ബി എ റെഡീംഡ് കമ്മ്യൂണിറ്റി. നിങ്ങൾ വിശുദ്ധരുടെ ഒരു സംഘവും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട സംഘവുമാണ് എന്ന് ബോധത്തോടുകൂടി ജീവിക്കണം എന്നാണ് പറയുന്നത്. ഈ ഏഷ്യ മൈനറിലെ ഈ പട്ടണങ്ങളെല്ലാം തന്നെ പൊന്തോസ്, ഗലാത്യ, കപ്പദോക്കിയ, ബിഥുന്യ, ആസ്യ, ഈ മേഖലകളെല്ലാം തന്നെ വലിയ വ്യാവസായിക വാണിജ്യ പ്രാധാന്യമുള്ള 1-ാം നൂറ്റാണ്ടിലെ പട്ടണമാണ്. നമ്മൾ ഇന്ന് കാക്കനാട് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ പാർക്കുന്നത് പോലെ തന്നെ 1-ാം നൂറ്റാണ്ടിലെ അറിയപ്പെടുന്ന വ്യാവസായിക വാണിജ്യ പട്ടണങ്ങളാണ് ഈ പട്ടണങ്ങളെല്ലാം. അതുകൊണ്ട് പട്ടണവാസികളായ ക്രിസ്തുവിശ്വാസികളോടുകൂടിയാണ് ആര് അഭിസംബോധന ചെയ്യുന്നത്? പത്രോസ് ശ്ലീഹ അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ വിശ്വാസ ജീവിതത്തിനു മുമ്പിൽ നിരവധി പ്രലോഭനങ്ങൾ അവർ ആ പട്ടണങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന ചില പ്രതിസന്ധികൾ? അത് വേദപുസ്തകത്തിന്റെ പഠനം എന്ന നിലയിൽ നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. റോമാക്കാർ ദൈവങ്ങളായി ആരാധിച്ചിരുന്ന ആരെയാണെന്നറിയാമോ? അവരുടെ ചക്രവർത്തിമാരെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആരെയാണ്? ചക്രവർത്തിമാരെ ദൈവങ്ങളായി ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. റോമൻ ഭരണകൂടം ശക്തിപ്പെടുന്നതിനനുസരിച്ച് അവർ ജനങ്ങൾക്ക് കൊടുത്ത കൽപ്പനകളിൽ ഒരു ശ്രദ്ധേയമായ കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പട്ടണത്തിൽ പാർക്കുമ്പോൾ നിങ്ങൾ ആരെ ആരാധിക്കണമെന്നറിയാമോ? ചക്രവർത്തിയെ ആരാധിക്കണം എന്ന് കൽപ്പന പുറപ്പെടുവിച്ച കാലഘട്ടമാണ്. യേശു കർത്താവ് ജനിച്ച സമയത്ത് റോമൻ ചക്രവർത്തിയായിരുന്നു ഔഗസ്തോസ് കൈസർ. അപ്പോൾ ഔഗസ്തോസ് കൈസറാണ് ഈ ചക്രവർത്തി ആരാധന നിർബന്ധമാക്കിക്കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ച ഒരു ചക്രവർത്തി. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കിയേ, ഈ പട്ടണങ്ങളിലൊക്കെ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിശ്വാസികൾ പാർക്കുമ്പോൾ അവരുടെ വിശ്വാസ ജീവിതത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ശക്തമായ വെല്ലുവിളികളിൽ ഒരു വെല്ലുവിളി എന്താണെന്നറിയാമോ? ഈ പട്ടണത്തിൽ പാർത്തുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിനെ ആരാധിക്കണോ അതോ ചക്രവർത്തിയെ ആരാധിക്കണോ എന്നുള്ള ശക്തമായ പ്രലോഭനം ദൈവമക്കൾക്ക് മുമ്പിലുണ്ടായിരുന്നു. വെളിപാട് പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുണ്ട്: ചക്രവർത്തി ആരാധനയിൽ പോയി പങ്കെടുക്കുക, ചക്രവർത്തിയുടെ വിഗ്രഹത്തിനു മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തുവിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തിനു മുമ്പിലുള്ള ശക്തമായ പ്രലോഭനങ്ങളായിരുന്നു. അതുകൊണ്ട് തങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ഒരു സമൂഹത്തിന്റെ അംഗീകാരം ലഭിക്കുവാനും ചക്രവർത്തിയുടെ പ്രീതി പിടിച്ചു പറ്റുവാനും ഞങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ ബിസിനസ് ചെയ്ത് സുഗമമായി മുമ്പോട്ട് ജീവിക്കുവാനും വേണ്ടി ക്രിസ്തുവിശ്വാസികളിൽ പലരും ചക്രവർത്തി ആരാധനകളിലേക്കും അതോടൊപ്പം തന്നെ ചക്രവർത്തിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം കഴിക്കുവാനും ഒക്കെ തയ്യാറായ ഒരു ഘട്ടത്തിലാണ് പത്രോസ് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തുവിശ്വാസികളോട് പറയുന്നത്. എന്താണെന്നറിയാമോ? നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ ആരാണെന്നറിയാമോ? നിങ്ങൾ വിശുദ്ധരും വീണ്ടെടുക്കപ്പെട്ടവരുമാണ് എന്നുള്ള അവബോധത്തിൽ ജീവിക്കും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിനു മുമ്പിൽ ഉയർന്നു വന്ന ചില പ്രലോഭനങ്ങളെയും പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ അവർക്ക് പാഠം പറഞ്ഞു നൽകുകയാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവമക്കളാണെന്നുള്ള അവബോധത്തോടുകൂടി ഈ പട്ടണത്തിൽ ജീവിക്കണം. പട്ടണം ഉയർത്തുന്ന എല്ലാ പ്രലോഭനങ്ങളിലും അടിമപ്പെട്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ തനിമയും തെളിമയും നിങ്ങൾ നഷ്ടമാക്കി കളയരുത്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ ജീവിത വിശുദ്ധി ഉയർത്തിപ്പിടിക്കാനും വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള അവബോധത്തോടുകൂടി ജീവിക്കുവാനും നിങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് പട്ടണം ഉയർത്തുന്ന എല്ലാ പ്രലോഭനങ്ങളിലും അടിമപ്പെട്ട് വിശ്വാസ ജീവിതത്തിന്റെ തനിമയും തെളിമയും നഷ്ടമാക്കി കളയാതെ നിങ്ങളായിരിക്കുന്നിടത്ത് യേശു കർത്താവിൽ വിശ്വസിച്ച് യേശു കർത്താവിനെ ആരാധിച്ച് സജീവമായ ആരാധനയിൽ പങ്കാളികളായി വിശ്വാസം ഉയർത്തിപ്പിടിക്കണം എന്നാണ് അവരോട് പറയുന്ന പ്രധാനപ്പെട്ട സന്ദേശം. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് പറയുന്നു, എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് പറയുന്നത്? ഈ വേദഭാഗത്ത് പറയുന്നത് എന്താ കാരണം എന്നറിയാമോ? നിങ്ങളെ വിളിച്ചവൻ എന്താണെന്നറിയാമോ? വിശുദ്ധനാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കണം? വിശുദ്ധിയോടെ ജീവിക്കണം. The one who called you is holy, so you should be holy. നിങ്ങളെ വിളിച്ചവൻ ആരാണെന്നറിയാമോ? വിശുദ്ധനാണ്. അതുകൊണ്ട് വിശുദ്ധനായ ദൈവത്തിന്റെ വിളി ശ്രവിച്ച ദൈവമക്കൾ ആരാണെന്നറിയാമോ? വിശുദ്ധരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെയൊക്കെ ചിന്തയിൽ വിശുദ്ധർ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ആരാണ്? മദർ തെരേസയോ ഫാദർ ഡാമിയനോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെയാണ് വിശുദ്ധരുടെ ഗണത്തിലുള്ളത്. എന്നാൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദിമസഭ മുമ്പോട്ട് വെച്ച പ്രത്യയശാസ്ത്രപരമായ ഒരു ആശയം എന്തായിരുന്നറിയാമോ? വിശ്വാസി സമം എന്താണെന്നറിയാമോ? വിശുദ്ധൻ എന്നാണ്. എന്താണ്?
വിശ്വാസി സമം വിശുദ്ധൻ എന്നാണ്. നിങ്ങൾ സമയം ലഭിക്കുമ്പോൾ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളെല്ലാം വായിക്കണം. അപ്പോൾ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങൾ വായിച്ചാൽ, എല്ലാ ലേഖനങ്ങളുടെയും 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ പൗലോസ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്താണെന്നറിയാമോ? വിശുദ്ധരെ എന്നാണ്, വിശ്വാസികളെ എന്നല്ല. ഓയ് ഹാഗിയോയ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അതുകൊണ്ട് ആദിമസഭ മുമ്പോട്ട് വെച്ച പ്രത്യയശാസ്ത്രപരമായ ആശയം എന്ന് പറയുന്നത് വിശ്വാസി സമം വിശുദ്ധൻ എന്നാണ്. മനസ്സിലായോ? അത് ഗൗരവമായി നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് പൗലോസിന്റെ എല്ലാ ലേഖനങ്ങൾ ആരംഭിക്കുമ്പോഴും അതിന്റെ 1-ാം അധ്യായം എടുത്തോ, കൊരിന്ത്യ ലേഖനമോ തെസ്സലോനിക്ക ലേഖനമോ ഫിലിപ്പിയ ലേഖനമോ ഏതെടുത്ത് വായിച്ചോ, പൗലോസ് അഭിസംബോധന ചെയ്യുന്നത് എന്താണ്? വിശ്വാസി സമം വിശുദ്ധൻ. കാരണം നിങ്ങളെ വിളിച്ചവൻ ആരാണ്? വിശുദ്ധനാണ്. നിങ്ങളെ വിളിച്ച ദൈവം വിശുദ്ധനാകൊണ്ട് നിങ്ങൾ പാർക്കുന്ന ഇടത്ത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെയും നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന്റെയും ഭംഗി നഷ്ടപ്പെടുത്തി കളയുന്ന, അതിന്റെ ആഴവും ദൃഢതയും നഷ്ടപ്പെടുത്തി കളയുന്ന പ്രലോഭനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ദൈവമക്കൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. അതുകൊണ്ട് ജീവിക്കുന്ന പട്ടണം ഉയർത്തി, പ്രലോഭനങ്ങൾ ഉയർത്തി നമ്മളെ മാടി വിളിക്കുമ്പോൾ അതിൽ ആകൃഷ്ടരായി നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെ കെടുത്തിക്കളയരുത് എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിലെ സഭയോട് മാത്രമല്ല, ഈ കാലഘട്ടത്തിലെ സഭയോടും കൂടിയാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തുവിശ്വാസികൾ അഭിമുഖീകരിച്ച ചക്രവർത്തി ആരാധന, ചക്രവർത്തിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം കഴിക്കുവാനുള്ള പ്രലോഭനം, പട്ടണം വളരെ ആകൃഷ്ടമായി ഒരുങ്ങി തങ്ങളെ മാടി വിളിക്കുമ്പോൾ അതിന്റെ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ, ഇതിനെയൊക്കെ പ്രതിരോധിക്കുവാൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ആരാണെന്ന് ഓർത്തുകൊള്ളണം. നിങ്ങളെ വിളിച്ച ദൈവം വിശുദ്ധനാകൊണ്ട് നിങ്ങളും എന്താണ്? വിശുദ്ധരാണ് എന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ജീവിതത്തിന്റെ വിശുദ്ധി നമ്മൾ ജീവിക്കുന്ന ജീവിത പരിസരങ്ങളിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ മാത്രമേ ഒരു ദൈവ പൈതലിന് ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ സാക്ഷിയായി തീരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വിശ്വാസി സമം വിശുദ്ധൻ എന്നുള്ള സമവാക്യം വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന സമവാക്യമാണ്. ആദിമസഭ നമ്മളെ പഠിപ്പിക്കുന്ന സമവാക്യമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. ഇന്ന് ജീവിതത്തിന്റെ വിശുദ്ധിയെ കെടുത്തിക്കളയുന്ന പുത്തൻ പ്രലോഭനങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല രൂപത്തിൽ, പല ഭാവത്തിൽ, ഞാൻ വിശദമാക്കുന്നില്ല. വല്ലാതെ ഇന്നത്തെ പ്രലോഭനങ്ങൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ ജീവിതത്തിന്റെ വിശുദ്ധിയെ കെടുത്തിക്കളയുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ജീവിക്കുന്ന പരിസരത്തിലുള്ളപ്പോൾ നമ്മെ വിളിച്ച ദൈവം വിശുദ്ധനാണെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിനോട് ചേർത്ത് വെച്ച് പത്രോസ് ശ്ലീഹ പറയാണ്, നിങ്ങൾ കേവലം വിശുദ്ധർ മാത്രമല്ല, പിന്നെ ആരാണെന്നറിയാമോ? നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവർ കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ആരാണ്? വീണ്ടെടുക്കപ്പെട്ട ജനസമൂഹമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിശ്വാസികൾ അഭിമുഖീകരിച്ച മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ റോമൻ ചക്രവർത്തിമാർ ജനങ്ങൾക്ക് കൊടുത്ത കൽപ്പനകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കൽപ്പന, നിങ്ങൾ ഈ പട്ടണത്തിൽ പാർത്തുകൊണ്ട് ആരെയെങ്കിലും കർത്താവും ദൈവവും രക്ഷകനും എന്ന് അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ ചക്രവർത്തിമാരായ ഞങ്ങളെ മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ് കൽപ്പന പുറപ്പെടുവിച്ചത്. ഒരുപക്ഷെ ഈ പത്രോസിന്റെ ലേഖനം എഴുതിയതിന് ശേഷമായിരിക്കാം ആ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത് എന്നാണ് ചരിത്ര തെളിവ് പറയുന്നതെങ്കിലും റോമൻ ഭരണാധികാരികളുടെ മുഴുവൻ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അവരെ ജനം എന്ത് വിളിക്കണം? കർത്താവും ദൈവവും എന്ന് വിളിക്കണം. കാരണം അവർക്കറിയാം ജനം എപ്പോഴും ഇവർക്കെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഭരണാധികാരി തന്നെ സ്വയം ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടാൽ എന്താണ്? ജനം അത്രയും പെട്ടെന്ന് എതിർക്കത്തില്ല. ബുദ്ധിപൂർവ്വം അവർ കണ്ടെത്തിയ മാർഗമാണ് ചക്രവർത്തിയെ രക്ഷകനും കർത്താവും വീണ്ടെടുപ്പുകാരനും എന്ന് വിളിക്കണം എന്നുള്ള പ്രഖ്യാപനവും കൽപ്പനയും. നമ്മൾ ഓർത്തു നോക്കണം, യേശുവിന്റെ ശിഷ്യന്മാരും തോമസും ഒക്കെ യേശു കർത്താവിനെ കർത്താവും ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അത് വെറും ഒരു വിളിയല്ല എന്നുള്ളതുകൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, പഠിക്കേണ്ട ഒരു വിഷയമാണെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആരാണ് രക്ഷകൻ, ആരാണ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള സംശയം പോലും ദൈവജനത്തിന്റെ മനസ്സിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ പത്രോസ് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് പഠിപ്പിക്കുന്നതിന്റെ ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. ഒരു ചക്രവർത്തി തന്നെ സ്വയം രക്ഷകൻ ആണ് എന്ന് അഭിമാനിക്കുകയും ചക്രവർത്തിയാണ് രക്ഷകൻ എന്ന് പാട്ടുപാടുവാൻ ഈ പട്ടണങ്ങളിലെല്ലാം ഗായക സംഘത്തെ അണിയിച്ചൊരുക്കുകയും ഈ ഗായക സംഘാംഗങ്ങൾ തമ്മിൽ പട്ടണങ്ങൾ തോറും മത്സരങ്ങൾ നടത്തുകയും ചക്രവർത്തിയുടെ അവദാനങ്ങളെ കീർത്തിക്കുകയും മാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും എല്ലാം ചക്രവർത്തിക്ക് എന്ന് പറയുന്ന പാട്ടുകൾ പാടുന്ന ഒരു കാലഘട്ടത്തിൽ
ഇതാ ഈ വേദപുസ്തകം നമ്മളോട് പറയുകയാണ്. എന്താ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങളെ വീണ്ടെടുത്തത് ചക്രവർത്തിയോ നിങ്ങളുടെ രക്ഷകൻ ചക്രവർത്തിയോ അല്ല, മറിച്ച് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പിന്നെ എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. യു ആർ പർച്ചേസ്ഡ് നോട്ട് ബൈ സിൽവർ ഓർ ഗോൾഡ്, ബട്ട് യു ആർ പർച്ചേസ്ഡ് ബൈ ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ദ ലാംബ്. ഇത് അവരെ പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ആരാണെന്നറിയാമോ? ദൈവമാണ്, അറുക്കപ്പെട്ട കുഞ്ഞാടാണ് എന്നവരെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ചക്രവർത്തിയെ രക്ഷകൻ എന്ന് വിളിക്കാനുള്ള പ്രലോഭനങ്ങൾ ശക്തിപ്പെട്ടു വന്ന പൊന്തോസ്, ഗലാത്യ, കപ്പദോക്കിയ, ആസിയ, ബിദുനിയ എന്നീ സ്ഥലങ്ങളിലെ ക്രിസ്തു വിശ്വാസികളോട് പത്രോസ് ശ്ലീഹ വളരെ അസന്നിഗ്ധമായി, വളരെ വ്യക്തമായി, വളരെ സ്പഷ്ടമായി പറയുകയാണ്, ചക്രവർത്തിയല്ല നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ആ വീണ്ടെടുപ്പിന് ദൈവം ഒരു വലിയ വില നൽകി. ആ വിലയാണ് ആര്? അറുക്കപ്പെട്ട കുഞ്ഞാട് ക്രിസ്തു. അതുകൊണ്ട് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ്. അതുകൊണ്ട് തങ്ങൾ ആരാണെന്നും തങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്നും ഒരു പൊതുസമൂഹത്തിൽ കർത്താവിന്റെ സാക്ഷികളായി മാറണമെങ്കിൽ തങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്വം അവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എന്താ പറയുന്നത് അറിയാമോ? എന്താ പറയുന്നത്? നിങ്ങൾ ആരാണ്? വിശുദ്ധരും വീണ്ടെടുക്കപ്പെട്ടവരും. അല്ലേ? നമുക്ക് പാട്ടുകളൊക്കെ ഉണ്ട്. വിശുദ്ധിയെ തികച്ച് ഞാൻ ഒരുങ്ങി നിൽക്കും, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, അല്ലേ? നല്ല മനോഹരമായ പാട്ടുകളാണ്. ഈ പാടുമ്പോൾ എന്തു വാക്കുകളാണ് നമ്മൾ പാടുന്നത് എന്നോർത്ത്, അതെന്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നോർത്ത് ഈ പാട്ടുകളുടെ ഈരടികൾ പാടുവാൻ സാധിച്ചാൽ ആ പാട്ട് നമ്മുടെ ജീവിതത്തിലൂടെ ഒരു പൊതുസമൂഹത്തിൽ സംവേദനം ചെയ്യപ്പെടുമെന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിത പരിസരങ്ങളിൽ ധൈര്യത്തോടുകൂടി ജീവിതത്തിന്റെ വിശുദ്ധി ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമ്പോഴും ഏത് പ്രലോഭനങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും യേശു കർത്താവിന്റെ രക്ഷകനാണെന്ന് ധൈര്യത്തോടെ സാക്ഷിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത്. ക്രൈസ്തവ സഭയുടെ വളർച്ചയുടെ ആദ്യ നാളുകൾ റോമൻ ഭരണത്തിൽ നിന്നും നിരവധി പീഡനങ്ങൾ ക്രിസ്തുവിശ്വാസികൾ നേരിടേണ്ടി വന്നു. അവർക്ക് ഒരുമിച്ച് ആരാധനയ്ക്ക് കൂടി വരുവാനുള്ള അവസരം പലപ്പോഴും നിഷേധിക്കപ്പെട്ടിരുന്നു. ഇന്ന് നമ്മുടെ പള്ളിയിൽ കൺവെൻഷന് കയറി വന്നപ്പോൾ ആദ്യം ചെയ്ത്, നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ചെയ്തിരുന്നതാണ്. എന്താ ചെയ്തെന്ന് അറിയാമോ? വാതിലുകളും ജനലുകളും എല്ലാം തുറന്നിടും. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് എയർ സർക്കുലേഷൻ ഒക്കെ വേണം. പക്ഷെ അന്ന് ക്രിസ്തുവിശ്വാസികൾ ഒരുമിച്ച് ആരാധനയ്ക്ക് വന്നാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? നമ്മൾ ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താണ്? വാതിലും ജനലും എല്ലാം അടച്ചിടും. കാരണം ഇവർ ആരാധിക്കുന്നത് പരസ്യമായി കർത്താവിനെ ആരാധിക്കാൻ പറ്റത്തില്ല. കാരണം ചക്രവർത്തിയെ രക്ഷകൻ എന്ന് വിളിക്കണം എന്നുള്ള നിയമം പോലും നിലവിൽ നിരുന്ന മേഖലകളാണ് ഇതൊക്കെ. അവർ വാതിലും ജനലും എല്ലാം അടച്ചിട്ടാണ് ആരാധിക്കുന്നത്. ബ്ലാന്റിന എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി, 14 വയസ്സുകാരിയാണ്. അവളും അവളുടെ ചാർച്ചക്കാരുമൊക്കെ ഒരു ദിവസം ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് കടന്നു വന്നു. അവർ പ്രവേശിച്ച റൂമിന്റെ വാതിലും ജനലും എല്ലാം അടച്ചിട്ട് ശബ്ദം പോലും പുറത്തു പോകാതിരിക്കാൻ എല്ലാം ഭദ്രമായി സൂക്ഷിച്ച് അവർ ഒരു ക്രൂശിത രൂപം നടുവിൽ എടുത്തു വെച്ച് ആരാധിക്കുകയാണ്. എന്നാൽ അന്നത്തെ ആരാധനയിൽ അവർ ഭയപ്പെട്ടതുപോലെ സംഭവിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? ആരാധന ഏകദേശം പകുതി ഭാഗം എത്തിയപ്പോൾ പ്രധാന കവാടത്തിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. അതിൽ അല്പം ധൈര്യമുള്ള ഒരാൾ പോയി വാതിൽ തുറന്നു. അവർ ഭയപ്പെട്ടതുപോലെ സംഭവിച്ചു. റോമൻ പടയാളികൾ ഇരച്ചു കയറിയിരിക്കുകയാണ്. റോമൻ പടയാളികൾ ഇരച്ചു കയറി ഈ ആരാധനാ സംഘത്തിന്റെ ചുറ്റും നിന്നതിന് ശേഷം അവരോട് പറഞ്ഞു, ഞങ്ങൾ ഈ ക്രൂശിത രൂപം എടുത്ത് നടുവിലിടാൻ പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തരായി കടന്നു വന്ന് ക്രൂശിത രൂപത്തിന് മുകളിൽ കാർക്കിച്ചു തുപ്പിയതിന് ശേഷം ക്രിസ്തു അല്ല രക്ഷകൻ, പിന്നെ ആരാണെന്ന് പറയണം? പറഞ്ഞു, ചക്രവർത്തിയാണെന്ന് പറയണം. ഇല്ലാത്തവർ ഇവിടെ വെച്ച് രക്തസാക്ഷിയായി തീരും എന്നാണ് പറഞ്ഞത്. നമുക്ക് പ്രസംഗിക്കാനും പ്രസംഗം കേൾക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ കൂടെ കടന്നുപോയാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ആ ആരാധനയെ സംബന്ധിച്ച് ഓരോരുത്തരായി കടന്നു വന്നു റോമൻ പടയാളികൾ പറഞ്ഞതനുസരിച്ച് പുറത്തു പോവുകയാണ്. എല്ലാവരുടെയും ഊഴമെത്തുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി, 14 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി പിറകിലേക്ക് മാറി നിൽക്കുകയാണ്. അവസാനം താൻ ഒഴികെ ആ ആരാധനയിൽ സംബന്ധിച്ച് എല്ലാവരും പടയാളികൾ പറഞ്ഞതനുസരിച്ച് പുറത്തുപോയി എന്ന് മനസ്സിലായപ്പോൾ 14 വയസ്സുകാരിയായ ബ്ലാന്റിന ഓടി വന്നു ഈ ക്രൂശിത രൂപത്തെ തൻ്റെ വിറയാർന്ന കരങ്ങളിൽ എടുത്തു. തൻ്റെ പാവാടയുടെ അഗ്രം ഉപയോഗിച്ച് അതിലെ തുപ്പലുകൾ മുഴുവൻ ഒപ്പിയെടുത്തു. എന്നിട്ട് ആ ക്രൂശിത രൂപത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? യേശു കർത്താവാണ് രക്ഷകൻ എന്ന് പറഞ്ഞു. അവിടെ വെച്ച് രക്തസാക്ഷിയായി തീർന്നു. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ വനിതാ രക്തസാക്ഷികളുടെ പട്ടികകൾ ചേർത്തിരിക്കുന്നതിലെ ആദ്യത്തെ പേരുകാരിൽ ഒരാളാണ് ബ്ലാന്റിന എന്ന് പറയുന്ന 14 വയസ്സുകാരിയായ പെൺകുട്ടി. പറഞ്ഞു,
ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷികളുടെ പട്ടികകൾ ചേർത്തിരിക്കുന്നിടത്ത് ആദ്യത്തെ പേരുകാരിൽ ഒരാളാണ് ബ്ലാന്റിന എന്ന് പറയുന്ന 14 വയസ്സുകാരിയായ പെൺകുട്ടി. യേശു എൻ്റെ രക്ഷകനാണ് എന്ന് ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു സംഘത്തിൻ്റെ പിൻതലമുറക്കാരാണ് ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ ക്രിസ്തുവിശ്വാസത്തിനെതിരെ എതിർപ്പുകൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ, യേശുവിൻ്റെ രക്ഷകനാണെന്ന് മരണത്തിനു മുമ്പിൽ നിന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞവരുടെ പിൻതലമുറക്കാരാണ് നമ്മൾ എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ആരാണ്? വിശുദ്ധരും. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞാലേ അടുത്തതിലേക്ക് പോകത്തുള്ളൂ കേട്ടോ. നമ്മൾ ആരാണ്? വിശുദ്ധരും വീണ്ടെടുക്കപ്പെട്ടവരുമാണ് എന്നുള്ള അവബോധത്തോടെ ജീവിക്കണം എന്നാണ് പറയുന്നത്. അവിടെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രായോഗിക ജീവിതത്തിന്റെ പാഠങ്ങളാണ് ഈ പത്രോസിന്റെ ലേഖനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ളൊരു അവബോധം, ഒരു സ്വയാവബോധം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം ഒരു സാക്ഷ്യ ജീവിതമായി പരിണമിക്കുന്നത് എന്ന് പത്രോസ് പറയുകയാണ്. രണ്ടാമതായി ക്രിസ്തു സഭയോട് പറയുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട സന്ദേശം, ചെറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. അവരോട് പറയുകയാണ്, നിങ്ങൾ പാർക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് എതിർപ്പുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ 2 ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ നിർവ്യാജമായ സഹോദര പ്രീതിയിൽ നിലനിൽക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യണം. എന്താ പറയുന്നത്? നിർവ്യാജമായ സഹോദര പ്രീതിയിൽ നിലനിൽക്കണം, അതിഥി സൽക്കാരം ആചരിക്കണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് വലിയ കാര്യമൊന്നുമല്ലല്ലോ അല്ലെ, നിർവ്യാജമായ സഹോദര പ്രീതി അല്ലെങ്കിൽ അതിഥി സൽക്കാരം ആചരിക്കണമെന്ന് പറയുന്നത്. ഇതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. എന്താ കാരണമെന്നറിയാമോ? ക്രിസ്തു വിശ്വാസികൾക്ക് പുറത്തു നിന്ന് ധാരാളം പ്രതിസന്ധികൾ അന്ന് നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് അന്നത്തെ ഭരണകൂടമായ റോമൻ ഭരണകൂടത്തിൽ നിന്ന് ക്രിസ്തു വിശ്വാസികൾക്ക് നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ചക്രവർത്തിയെ ആരാധിക്കാത്തവരെ കണ്ടുപിടിച്ച് അവരെ തൊഴിലിൽ നിന്ന് പുറത്താക്കുക, അവരെ പരസ്യമായി രക്തസാക്ഷികളാക്കി തീർക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പോൾ റോമൻ ഭരണകൂടത്തിൽ നിന്ന് നിരവധി പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്നു. ഇവരുടെ അയൽപക്കങ്ങളിൽ പാർക്കുന്ന യഹൂദ സമൂഹത്തിൽ നിന്നും ക്രിസ്തുവിശ്വാസികൾക്ക് നിരവധി പ്രതിസന്ധികൾ നേരിടുന്നു. ക്രിസ്തുവിശ്വാസികളെ കുറിച്ച് പലതരത്തിലുള്ള അപവാദങ്ങൾ അവർ ആ കാലഘട്ടത്തിൽ പറഞ്ഞു പരത്തി. ക്രിസ്തുവിശ്വാസികൾക്ക് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിൽ അവരാരുടെ കൂടെ നിന്നു? യേശുവിനെ ക്രൂശിക്കാനും യഹൂദ മതവും റോമൻ സാമ്രാജ്യവും ഒരുമിച്ച് നിന്നപോലെ ക്രിസ്തുവിശ്വാസികളെ ഉപദ്രവിക്കുവാനും പീഡിപ്പിക്കുവാനും ഇവർ ഒരുമിച്ച് കൂടി. അപ്പോൾ പുറമേ നിന്ന് പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത്? ആന്തരികമായി. മനസ്സിലായോ? ചെറിയ ചെറിയ സംഘങ്ങളാണ്. അവർ തമ്മിൽ എങ്ങനെയായിരിക്കണമെന്നറിയാമോ? നല്ല സ്നേഹബന്ധവും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ മാത്രമേ പുറമേ നിന്നുള്ള പ്രതിസന്ധിയെ നേരിടാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തു സഭകളോട് പത്രോസ് ലീഹ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിർവ്യാജമായ സഹോദര പ്രീതിയിൽ നിലനിൽക്കണം, അതിഥി സൽക്കാരം ആചരിക്കണം. നിർവ്യാജമായ സഹോദര പ്രീതി എന്ന പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് പുതിയ നിയമം എഴുതിയ ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഫിലദൽഫിയ എന്ന് പറയുന്ന വാക്കാണ്. പദം പരിചയമുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് പരിചയം? ഫിലദൽഫിയ നമുക്ക് നമ്മുടെ പിള്ളേരൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. എവിടെ അങ്ങനെ പറയുന്നത് എളുപ്പം. ഫിലദൽഫിയ ആണ്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഫിലദൽഫിയ സഭ എന്ന് പറയുന്ന പെന്തക്കോസ്റ്റ് വിഭാഗത്തിലെ ഒരു സഭയുണ്ട്. ഈ ഫിലദൽഫിയ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏഷ്യ മൈനറിലെ 7 സഭകളിൽ ഒരു സഭ ഫിലദൽഫിയ സ്ഥിതി ചെയ്ത സഭയായിരുന്നു. ഇറ്റ്സ് വെരി ഫെമിലിയർ ഫോർ ഓൾ ഓഫ് us. എന്നാൽ നിർവ്യാജമായ സഹോദര പ്രീതി എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. എന്താണ്? കപടതയില്ലാത്ത, വ്യാജമില്ലാത്ത സഹോദര പ്രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിലനിൽക്കണം. സഹോദരപ്രീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി നമ്മൾ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരും കരുതുന്നവരും ഒക്കെയാണ്. എന്നാൽ നിർവ്യാജമായ സഹോദരപ്രീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും പറയാൻ സാധിക്കും. അതുകൊണ്ട് പുറമേ നിന്ന് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ക്രൈസ്തവ സഭയോട് പറയുകയാണ്, സഭയിലെ അംഗങ്ങൾ തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ, സഹോദരങ്ങളും സഹോദരിയും തമ്മിൽ എങ്ങനെ ജീവിക്കണം? നിർവ്യാജമായ സഹോദര പ്രീതിയിൽ ജീവിക്കണം എന്നാണ് പറയുന്നത്. ഫിലദൽഫിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ ആ നിർവ്യാജമായ സഹോദര പ്രീതിയിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കും. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിശ്വാസികൾ സഹോദരങ്ങളും സഹോദരികളുമാണ് എന്നാണ്. മനസ്സിലായി? എന്താണ്? വിശ്വാസികൾ സഹോദരനും സഹോദരിയുമാണ് എന്നാണ്. അതുകൊണ്ട് നിർവ്യാജമായ സഹോദര പ്രീതിയുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥപൂർണ്ണമായി തീരുന്നത്. അതുകൊണ്ട് പുറമേ നിന്നുള്ള പ്രതിസന്ധികളെ നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ, ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തുണ്ടാകണം? ഫിലദൽഫിയ ഉണ്ടാകണം. നിർവ്യാജമായ സഹോദര പ്രീതിയിൽ നിലനിൽക്കണം എന്നാണ്.
പ്രിയമുള്ളവരെ, ഇന്ന് പരസ്പരമുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം എത്ര ശക്തിപ്പെട്ടിട്ടുണ്ട്, കുറഞ്ഞു പോയിട്ടുണ്ടോ? സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴവും അതിൻ്റെ ഒരു വലിപ്പവും ഇന്ന് കുറഞ്ഞു പോയിട്ടുണ്ടോ? മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എവിടെ നിൽക്കുന്നു? അതുകൊണ്ട് നിർവ്യാജമായ സഹോദരപ്രീതിയിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ തമ്മിലുള്ള ആ സാഹോദര്യ ബന്ധത്തിന്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തു എങ്ങനെ സഭയെ സ്നേഹിച്ചു അതുപോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് സാക്ഷ്യത്തിൽ മുന്നേറാൻ സാധിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ വന്ന വാർത്ത എന്നെ വളരെയധികം വിസ്മയിപ്പിച്ച വാർത്തയാണ്. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരുപക്ഷെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഒരാഴ്ച തുടർച്ചയായി വന്ന വാർത്ത ഞാൻ ഫോളോ ചെയ്ത ആളാണ്. ആ വാർത്ത കേരളത്തിലെ വൃദ്ധസദനങ്ങളെ കുറിച്ച് എഡിറ്റോറിയൽ സംഘം നടത്തിയ ഒരു ഫീച്ചറാണ്. കേരളത്തിലെ പല വൃദ്ധസദനങ്ങളിൽ പോയി അവർ പഠനം നടത്തിയിട്ട് വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന ഇൻമേറ്റ്സ് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയുണ്ട്, സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നതാണോ എന്ന് പഠനം നടത്തിയ. അങ്ങനെ അവർ തുടർച്ചയായി നടത്തിയ പഠനം ഒരാഴ്ച പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ കോളം വാർത്തയായി ചേർത്തിട്ടുണ്ട്. പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേജ് ഏതാ? ഇവിടെ ഞാൻ ചോദിച്ചപ്പം കൂടുതൽ പ്രായമുള്ളവരായിരുന്നു. അവർ പറഞ്ഞു ചരമവാർത്ത രേഖപ്പെടുത്തും. പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് ഇഷ്ടം സ്പോർട്സിൻ്റെ പേജാന്ന് പറയും. അതുപോലെ ഇതൊക്കെ നല്ല ഇഷ്ടമുള്ള വാർത്തയാണ്, വായിച്ചോ. പക്ഷേ എന്നാലും ആ എഡിറ്റോറിയൽ പേജ് ഇടയ്ക്ക് നോക്കണം. ഏറ്റവും നടുവിലുള്ള ഇടതുവശത്തെ പേജാണ് മിക്ക പത്രത്തിൻ്റെയും എഡിറ്റോറിയൽ പേജ്. അതിൽ വന്ന വാർത്തയാണ്. കേരളത്തിലെ വൃദ്ധസദനങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ഒരു എഡിറ്റോറിയൽ സംഘം ഒരു വൃദ്ധസദനത്തിലെത്തി അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഏകദേശം 80-82 വയസ്സുള്ള ഒരു അമ്മച്ചി ഓടി വന്നിട്ട് ഇതിലെ ഒരാളെ വിളിച്ചു. മോനെ ഇങ്ങ് വന്നേ, നിങ്ങൾ മുമ്പേ പറഞ്ഞില്ലേ ഞങ്ങൾ കേരളത്തിലെ എല്ലാ വൃദ്ധസദനത്തിലും പോകുന്നു, എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്യാമോ? ചെയ്യാം അമ്മച്ചി. അമ്മച്ചി പറഞ്ഞാട്ടെ. അപ്പോൾ അമ്മച്ചി തൻ്റെ സാരിത്തുമ്പിൽ കെട്ടിയിരുന്ന ഒരു കെട്ടഴിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഇവരുടെ കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ 65 വർഷം കൂടെ താമസിച്ച എൻ്റെ അപ്പച്ചൻ്റെ ഫോട്ടോയാണ്, എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോയാണ്. നിങ്ങൾക്കൊരു ചെറിയ ഉപകാരം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും വൃദ്ധസദനത്തിലെത്തുമ്പോൾ ഈ അപ്പച്ചൻ്റെ ഈ ഫോട്ടോയിൽ കാണുന്ന രൂപസാദൃശ്യത്തിലുള്ള ഒരു അപ്പച്ചനെ എവിടെയെങ്കിലും കണ്ടുമുട്ടിയാൽ, ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കണ്ടുമുട്ടിയാൽ ഒരു ചെറിയ ഉപകാരം ചെയ്യണം. എന്താണെന്നറിയാമോ? അപ്പച്ചൻ്റെ ഭാര്യ അമ്മച്ചി കേരളത്തിലെ ഇന്ന വൃദ്ധസദനത്തിലുണ്ട് എന്നൊന്ന് പറഞ്ഞേക്കണമെന്നാണ്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം ചെലവഴിക്കുന്ന മാതാപിതാക്കൾ എവിടെയാണ് താമസിക്കുന്നത് പോലും അറിയാൻ സാധിക്കാതെ അവർ കഴിയാം. അതിൻ്റെ അടിയിൽ എഡിറ്റോറിയൽ സംഘം എഴുതിയ കുറിപ്പാണ് നമ്മളെ അസ്വസ്ഥമാക്കേണ്ടത്. എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? 3 മക്കൾ കേരളത്തിൽ പ്രശസ്തമായ നിലയിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അതിന് വിശദീകരണം അവരുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അടിയിലൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്, 3 മക്കൾ കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരാണെന്ന് മാത്രം. ഇന്ന് നമ്മുടെ ബന്ധങ്ങൾ, സഹോദര പ്രീതി നിർവ്യാജമാണോ വ്യാജമാണോ? കാരണം വ്യാജനയും നിർവ്യാജനയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ വളരെ അസന്നിഗ്ധമായി പത്രോസ് ലീഹ പറയുകയാണ്, പുറമേ നിന്നുള്ള പ്രതിസന്ധിയെ നിനക്ക് അതിജീവിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ സാധിക്കത്തുള്ളൂ, നിങ്ങൾ തമ്മിലുള്ള ആന്തരിക ബന്ധം എങ്ങനെയായിരിക്കണം? നിർവ്യാജമായ സഹോദര പ്രീതിയിൽ നിലനിൽക്കണം. എങ്കിൽ മാത്രമേ പുറമേ നിന്നുള്ള സമ്മർദ്ദങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് പത്രോസ് പറയുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നു, നിർവ്യാജമായ സഹോദര പ്രീതിയിൽ നിലനിന്നാൽ മാത്രം പോരാ, നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. എന്താണെന്നറിയാമോ? അതിഥി സൽക്കാരം ആചരിക്കണം. എന്താണ്? അതിഥി സൽക്കാരം ആചരിക്കണം. കാക്കനാട് ഇടവക എന്നൊക്കെ പറഞ്ഞാൽ അതിഥി സൽക്കാരം അല്ലേ, എന്ത് കാര്യമായിട്ട് ചെയ്യുന്നവരാണ്. ഞാൻ 1.5 ദിവസമേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ എനിക്ക് നിങ്ങളുടെ അതിഥി സൽക്കാരത്തിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ അതിഥി സൽക്കാരം എന്ന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഫിലക്സിനോസ് എന്ന് പറയുന്ന പദമാണ്. എന്താണ് ഫിലക്സിനോസ്? 1-2 പദങ്ങളോട് നമ്മൾ പഠിച്ചു പോകുന്നത് നല്ലതാണല്ലോ. ഫിലക്സിനോസ്, ആ പദം നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെ കേട്ടിട്ടുണ്ട്? നമ്മുടെ ഒരു തിരുമേനിയുടെ പേരാണ് ഫിലക്സിനോസ് അല്ലേ? നാളത്തെ നമ്മുടെ തുബ്ദേൻ പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കും തിരുമേനിയുടെ പേര്. എന്താണ് ഫിലക്സിനോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്നറിയാം? അപരിചിതരുടെ സ്നേഹിതൻ അഥവാ അർദ്ധരാത്രിയിലെ സ്നേഹിതൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. എന്താണ്? അർദ്ധരാത്രിയിലെ സ്നേഹിതൻ. അതുകൊണ്ട് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന ആതിഥ്യ മര്യാദ എന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയാമോ? അർദ്ധരാത്രിയിലെ സ്നേഹിതനായിരിക്കണം എന്നാണ് പറയുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിരുന്ന പദമാണ്. നിങ്ങൾ എന്ത് കാണിക്കണം? ആതിഥ്യ മര്യാദ കാണിക്കണം.
നമ്മുടെ ചിന്തയിൽ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിക്ക് ചായയും കാപ്പിയും ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് വിടുന്നതാണ് ആതിഥ്യ മര്യാദ എന്ന്. അതല്ല പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്? അർദ്ധരാത്രിയിൽ ഒരുവൻ ജീവനിൽ കൊതിയോടെ നിന്റെ ഭവനത്തിന്റെ വാതിലിൽ വന്ന് മുട്ടിയാൽ അവൻ അഭയമായിരിക്കാൻ നിനക്ക് സാധിക്കുമോ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പദമാണ് എന്ത്? ആതിഥ്യ മര്യാദ എന്ന പദം. എന്താണ് പ്രിയമുള്ളവരെ ഇത് എഴുതാൻ കാരണം? ഒരു റോമൻ പടയാളി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ക്രിസ്ത്യാനിയെ ഐഡന്റിഫൈ ചെയ്തു, അവൻ ചക്രവർത്തി ആരാധനയിൽ പങ്കെടുത്തില്ല, അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു എന്ന കുറ്റം ആരോപിച്ച് അവനെ പിടിക്കാൻ വന്നാൽ, ശ്രദ്ധയോടെ കേട്ടോണം, ഈ ക്രിസ്തുവിശ്വാസി ഓടിപ്പോകുന്നത് ഏത് വീട്ടിലേക്കാണെന്നറിയാമോ? അടുത്തുള്ള യഹൂദന്റെ വീട്ടിൽ പോയാൽ സന്തോഷത്തോടെ സ്വീകരിക്കും, പടയാളികളെ നേരെ അവർ വന്നില്ലെങ്കിൽ വിളിച്ച് നേരെ കൈയോടെ എത്തിക്കും. ഏത് വീട്ടിലാ പോകുന്നതെന്നറിയാമോ? ഒരു സഹവിശ്വാസിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? റോമൻ സാമ്രാജ്യം പീഡിപ്പിക്കുവാൻ വേണ്ടി, ഉപദ്രവിക്കുവാൻ വേണ്ടി ഒരു ക്രിസ്തുവിശ്വാസിയെ അന്വേഷിച്ച് പോകുമ്പോൾ അവൻ അഭയം തേടി അർദ്ധരാത്രിയിൽ പോയി മുട്ടുന്നത് ആരുടെ വീട്ടിലാണെന്നറിയാമോ? ഒരു സഹവിശ്വാസിയുടെ വീട്ടിലാണ്. ഒരുപക്ഷെ അവൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല പോകുന്നത്, അവന്റെ വീട്ടിലുള്ളവരെല്ലാം കൂടെ ചേർന്ന് പോവുകയാണ്. മനസ്സിലായോ? അങ്ങനെ ചെന്ന് അവന്റെ വാതിലിൽ മുട്ടുമ്പോൾ തുറന്ന് നീ എപ്പോൾ തിരിച്ചു പോകും എന്ന് ചോദിച്ചുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുമോ? അവനെ പടയാളികൾ കാണുന്നതിന് മുമ്പ് ആ ഭവനത്തിൽ സ്വീകരിക്കുകയും അവനെ സുരക്ഷിതമാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഒരു സഹവിശ്വാസിക്കുണ്ട്. ഇതിൻ്റെ പേരാണ് എന്ത്? ആതിഥ്യ മര്യാദ എന്ന് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന ഫിലക്സ്നോസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ഈ ഒരു ക്രിസ്ത്യാനിയെ ചേസ് ചെയ്ത് ഫോളോ ചെയ്ത് ഒരു റോമൻ പടയാളി കടന്നു വന്ന് ഇന്ന വീട്ടിലാണ് അവന് അഭയസ്ഥാനം കൊടുത്തതെന്നറിഞ്ഞാൽ ആരുടെ ജീവിതവും റിസ്ക്കായി തീരാൻ സാധ്യതയുണ്ട്? അഭയം കൊടുത്ത ആളുടെ വീടും റിസ്ക്കായി തീരാനുള്ള സാധ്യതയുണ്ട്, ലൈഫ് റിസ്ക്കായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആതിഥ്യ മര്യാദ എന്ന പദത്തിന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം ആർ യു റെഡി ടു ടേക്ക് എ റിസ്ക് ഫോർ ദ സേക്ക് ഓഫ് യുവർ ബ്രദർ ഓർ സിസ്റ്റർ എന്നാണ്. നിന്റെ സഹോദരന്റെയും സഹോദരിയുടെയും സഹവിശ്വാസിയുടെയും ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ ഒരു റിസ്ക് എടുക്കുവാൻ നിനക്ക് സാധിക്കുമോ എന്ന പദമാണ് ഏത്? അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിശ്വാസികൾ അഭിമുഖീകരിച്ച സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ അവർക്ക് പാഠം നൽകുകയാണ്. ഒരു സഹവിശ്വാസി, നിന്റെ ആരാധനയിൽ കൂടുന്നവർ, ബിഥുന്യയിലോ ഗലാത്യയിലോ കപ്പദോക്കിയയിലോ നിന്നോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരാൾ റോമൻ പടയാളിയെ പേടിച്ച് രാത്രിയിൽ വന്ന് നിന്റെ ഭവനത്തിന്റെ വാതിൽ മുട്ടിയാൽ അവൻ അഭയസ്ഥാനമായിരിക്കാൻ നിനക്ക് സാധിക്കുമോ എന്നാ ചോദിക്കുന്നു. അതാണ് ആതിഥ്യ മര്യാദ എന്ന പദത്തിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എത്ര വിശാലമായ ദർശനമാണ് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തുവിശ്വാസികൾ കൊടുത്ത് ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ സഹജീവിയുടെ, സഹവിശ്വാസിയുടെ ജീവിതത്തെ ഉറപ്പാക്കുന്ന ശുശ്രൂഷയിൽ പങ്കാളിയായി തീരുവാൻ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവരോട് പറയുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം? നിങ്ങൾ അതിഥി സൽക്കാരം ആചരിക്കുകയും നിർവ്യാജമായ സഹോദരപ്രീതിയിൽ നിലനിൽക്കുകയും ചെയ്താൽ പുറമേ നിന്നുള്ള സംഘർഷങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം വായിച്ചിട്ടുള്ള ഒരു ചെറിയ കഥയാണ്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കാനാണ് ഇടയ്ക്കൊരു ചെറിയ കഥ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കഥയാണ് ഒ ഹെൻറിയുടെ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന കഥ. വായിച്ചിട്ടുള്ളവരുണ്ടോ? ഉണ്ടോ? സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് സന്തോഷമായി, ആരും കേട്ടിട്ടില്ല, എനിക്ക് ഫ്രഷ് ആയിട്ട് പറയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആരും വായിച്ചിട്ടുണ്ട്? ഒ ഹെൻറിയുടെ ലാസ്റ്റ് ലീഫ് ഒരു ചെറിയ കഥയാണ്. ആ കഥ വളരെ അർത്ഥസമ്പുഷ്ടമായ കഥയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഗ്രാമത്തിൽ പകർച്ചവ്യാധി, നമ്മുടെ കോവിഡിന്റെ കാലത്തെ പോലെ പകർച്ചവ്യാധി പിടിപെട്ട് ആ ഗ്രാമത്തിലുള്ളവരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു വീട്ടിൽ 2 സഹോദരിമാർ താമസിക്കുന്നുണ്ട്. അതിൽ ഒരു സഹോദരിക്ക് രോഗം പിടിപെട്ടു, മറ്റേ സഹോദരിക്ക് രോഗം പിടിപെട്ടില്ല. അതുകൊണ്ട് ഈ രോഗം പിടിപെട്ട സഹോദരി, പകർച്ചവ്യാധിയാണ്, മനസ്സിലായോ? പകർച്ചവ്യാധിയാണ്. ഓരോ ദിവസത്തെ ഇങ്ങനെ മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അതുകൊണ്ട് ഈ രോഗം ബാധിച്ച സഹോദരി എല്ലാ ദിവസവും വീടിന്റെ ജനൽ തുറന്നിട്ട് പുറത്തെ ഒരു മരം ആരോഗ്യമുള്ള സഹോദരിയെ കാണിച്ചിട്ട് പറയും, ഈ മരത്തിലെ അവസാനത്തെ ഇല എന്ന് കൊഴിയുമോ അന്ന് ഞാൻ മരിക്കും. ഇതാണ് ഈ സഹോദരി ചിന്തിച്ചിരിക്കുന്നത്. എന്താണ്? ആ മരത്തിലെ അവസാനത്തെ ഇല എന്ന് കൊഴിയുമോ അന്ന് ഞാൻ മരിക്കും എന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യത്തോടിരിക്കുന്ന സഹോദരിക്ക് വലിയ ദുഃഖമാണ്. കാരണം ശക്തമായ മഞ്ഞുവീഴ്ചയുള്ള ഒരു സീസണാണ്. ഒരു ദിവസം ഒരേലയല്ല കൊഴിയുന്നത്, പിന്നെ എന്താണ്, 100 കണക്കിന് ഇലകളാണ് കൊഴിയുന്നത്. അതുകൊണ്ട് തൻ്റെ സഹോദരി പറഞ്ഞ പോലെ സംഭവിക്കുമോ എന്നുള്ള ആകാംക്ഷയും ആശങ്കയും എല്ലാം ആരോഗ്യമുള്ള സഹോദരിക്കുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവരെ കാണാൻ വേണ്ടി ഇവരുടെ അടുത്ത ഒരു സുഹൃത്ത്, നല്ല പ്രായമുള്ള ഒരു ചിത്രകാരൻ അവരുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ ആരോഗ്യമുള്ള സഹോദരി പുറത്തെ മരം കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ
രോഗം ബാധിച്ച് കിടക്കുന്ന സഹോദരി ഇങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്. എന്താണ്? അതിലെ അവസാനത്തെ ഇല കൊഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ സഹോദരി മരിക്കും. വളരെ പ്രായം ചെന്ന ഈ ചിത്രകാരൻ കുറച്ചേറെ നാളായി ചിത്രം വരയ്ക്കാതെ ഇരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് പ്രായമെത്തി, ചിത്രം ഒന്നും വരയ്ക്കാനുള്ള ആരോഗ്യമില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ? മരിക്കുന്നതിന് മുമ്പ് ഒരു മാസ്റ്റർ പീസ് ചിത്രം വരച്ചിട്ട് മരിക്കണമെന്നാണ്. ഈ സഹോദരി പറഞ്ഞത് കേട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ ചിത്രകാരനായ മനുഷ്യൻ ഒരു കാര്യം മനസ്സിലായി, പ്രായം ചെന്ന മനുഷ്യൻ ഒരു കാര്യം മനസ്സിലായി. ഇന്ന് രാത്രിയിലെ മഞ്ഞുവീഴ്ചയിൽ എന്ത് സംഭവിക്കും? ബാക്കി ഇലകൾ മുഴുവൻ കൊഴിയും. അദ്ദേഹം വളരെ പെട്ടെന്ന് തൻ്റെ വീട്ടിൽ പോയി ചിത്രം വരയ്ക്കുന്ന ബ്രഷും പെയിൻറ്റും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് മരത്തിൻ്റെ താഴെ എത്തിയപ്പോഴത്തേനും സന്ധ്യയായി. ആ ഇലകൾ മുഴുവൻ കൊഴിഞ്ഞു. ഏതാണ്ടൊരു അവസാനത്തെ ഇല നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് വളരെ തത്രപ്പെട്ട മരത്തിൽ കയറി വളരെ മനോഹരമായൊരു ചിത്രം, അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ ഈ പ്രായമുള്ള മനുഷ്യൻ വരച്ചു. പിറ്റേ ദിവസം ഈ സഹോദരി ഉണർന്ന് നോക്കുകയാണ്. എന്താന്ന് ഉണർന്ന് നോക്കുന്നേ? അവിടെ ഒരു കാഴ്ച കാണുകയാണ്. എന്താ കാഴ്ച? അവസാനത്തെ ഇല കൊഴിഞ്ഞിട്ടില്ല, അവിടെ ഒരു ഇലയുണ്ട്. ഈ ഒ ഹെൻറി കഥയിൽ പറയുന്ന ആ ഒരു കാഴ്ചയിലൂടെ ഈ പകർച്ചവ്യാധി അവൾക്ക് ഒരു മനസ്സിനൊരു കുളിർമ ലഭിക്കുകയും അവൾ ആ രോഗത്തെ അതിജീവിച്ച് മടങ്ങി വരികയും ചെയ്തു. എന്ത് കണ്ടതിലൂടെ? ലാസ്റ്റ് ലീഫ്. മനസ്സിലായി? അതുകൊണ്ട് ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ ഒരു അവസാനത്തെ ഇലയായി ഒരു ദിവസം കൂടെ ജീവിക്കാൻ പ്രേരണ നൽകത്തക്ക രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നാണ് 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് ചോദിക്കുന്നത്. പക്ഷെ അതിൻ്റെ ദുഃഖപര്യവസാനിയായ ഭാഗം എന്താണെന്നറിയാം കഥയുടെ? ആ കൊടും തണുപ്പത്ത് വളരെ പ്രയാസപ്പെട്ട ഒരു പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ ആ മരത്തിൽ തത്രപ്പെട്ട് കയറി ചിത്രം വരച്ച ചിത്രകാരൻ മാസ്റ്റർ പീസ് ചിത്രമൊക്കെ വരച്ച് ഒരാളെ ജീവനിലേക്ക് കൊണ്ടുവന്നു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്നാണ് അതിൻ്റെ കഥ. ആർ യു റെഡി ടു ടേക്ക് എ റിസ്ക് ഫോർ ദ സേക്ക് ഓഫ് യുവർ ബ്രദർ ആൻഡ് സിസ്റ്റർ? 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് ശ്ലീഹ ചോദിക്കുന്ന ചോദ്യം അതാണ്. അവരോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ കാര്യമാണ്, നിർവ്യാജമായ സഹോദരപ്രീതി, ഫിലദൽഫിയ. പിന്നെ എന്താ പറയുന്നത്? അതിഥി സൽക്കാരം. എന്താണ്? അർദ്ധരാത്രിയിലെ സ്നേഹിതൻ. അതുകൊണ്ട് അതിഥി സൽക്കാരം എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആ പദം കുറച്ചുകൂടെ ഒന്ന് വിശാലമാക്കണം കേട്ടോ. അത് ചായയും കാപ്പിയും കൊടുക്കുന്ന മാത്രമല്ല പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിന്റെ ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു സഹവിശ്വാസി ജീവനിൽ കൊതിയോടെ നിന്റെ ഭവനത്തിന്റെ വാതിലിൽ വന്ന് മുട്ടി വിളിച്ചാൽ അവൻ അഭയസ്ഥാനമായി തീരുവാൻ, അവന്റെ ജീവിതത്തെ തിരികെ പിടിക്കുവാൻ, അവന്റെ ജീവിതത്തെ സുരക്ഷിതത്വത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കാൻ നിനക്ക് സാധിക്കുമോ എന്നാണ് ഈ വേദഭാഗം ചോദിക്കുന്നത്. അതുകൊണ്ട് 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 1, നമ്മൾ ആരാണ്? വിശുദ്ധരും വീണ്ടെടുക്കപ്പെട്ടവരും. 2, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നിർവ്യാജമായ സഹോദരപ്രീതിയിൽ നിലനിൽക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. 3-ാമതായി പത്രോസ് ശ്ലീഹ ഈ ലേഖനത്തിൽ പറയുന്ന ഒരു ചിന്ത വളരെ ശ്രദ്ധേയമായ ചിന്തയാണ്. അവരോട് പറയുകയാണ്, ഇന്നലെ നമ്മൾ കേട്ടതുപോലെ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം വളരെ പ്രതിസന്ധികൾ ഉയർത്തുന്ന സാഹചര്യമാണ്. നിരവധി ക്രിസ്തു വിശ്വാസികൾ പീഡനത്തിനിരയായി തീർന്ന ഒരു കാലഘട്ടത്തിലാണ് പത്രോസിന്റെ 1-ാം ലേഖനം എഴുതിയത് എന്നൂടെ നമ്മൾ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പത്രോസിന്റെ 1-ാം ലേഖനം എഴുതിയത് ഏകദേശം AD 64-65 കാലഘട്ടത്തിലാണെന്നാണ് വേദപുസ്തക പഠിതാക്കൾ പൊതുവെ പറയുന്നത്. എന്നാൽ ഈ പത്രോസ് ലേഖനം എഴുതിയ ഒരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. റോമൻ ചക്രവർത്തിയായ നീറോ എന്ന് പറയുന്ന ചക്രവർത്തി ക്രിസ്തു വിശ്വാസികളെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച കാലഘട്ടം AD 63-64 കാലഘട്ടമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പീഡനം നേരിട്ടതിൻ്റെ തൊട്ടടുത്ത വർഷം എഴുതിയ ലേഖനമാണ്. ഏത് ലേഖനം? പത്രോസിന്റെ 1-ാം ലേഖനം. നീറോ എങ്ങനെയാണ് ക്രിസ്തുവിശ്വാസികളെ പീഡിപ്പിച്ചത്? നിങ്ങൾ യൂട്യൂബൊക്കെ കണ്ടു കാണുമല്ലോ. ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിശ്വാസികളെ പീഡിപ്പിക്കുവാൻ റോമൻ ഭരണകൂടം പല കാരണങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരാൾ ചക്രവർത്തിയെ ആരാധിക്കുന്നില്ല എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ഉപദ്രവിക്കാം. ചക്രവർത്തിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ വണങ്ങുന്നില്ല എന്ന് കണ്ടാൽ അവനെ സംശയത്തോടുകൂടി പിടിച്ച് അവനെ ഉപദ്രവിക്കാം. ഇവരുടെ നിയമങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് കണ്ടാൽ അവനെ തൊഴിലിൽ നിന്ന് പുറത്താക്കാം. ഉപദ്രവിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും പഴുതുകളും അവരുടെ മുമ്പിലുണ്ട്. ഈ കാരണങ്ങളൊന്നും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ അവർ അവസാനം കണ്ടെത്തുന്ന കാരണം എന്താണെന്ന് അറിയാമോ? ഒരു ദേശത്തൊരു കലാമിറ്റി ഉണ്ടായാൽ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ക്രിസ്ത്യൻ പ്രസൻസ് ആണെന്ന് പറഞ്ഞു വരെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുമായിരുന്നു. അതായത് ഭൂമികുലുക്കം, വെള്ളപ്പൊക്കം, അഗ്നിബാധ, ഇതൊരു പ്രദേശത്തുണ്ടായാൽ അതിൻ്റെ കാരണം എന്താണ്? ക്രിസ്ത്യൻ പ്രസൻസ് ആണ്, ക്രിസ്തീയ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞു പോലും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുമായിരുന്നു. നമ്മൾ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ട്, റോം കത്തിയെരിഞ്ഞപ്പോൾ നീറോ വീണ വായിച്ചു. കേട്ടിട്ടുണ്ടോ? പ്രായമുള്ള കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ട് അല്ലേ? ഞാൻ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്.
ചില ചരിത്രകാരന്മാർ പറയുന്നു, നീറോയ്ക്ക് എങ്ങനെ അവൻ്റെ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രസ്ഥാനം കത്തിയെരിയുമ്പോൾ വീണ വായിക്കാൻ സാധിക്കും? നീറോ തന്നെ കൊളുത്തി അഗ്നിബാധയാകാം. പക്ഷേ ഇതിൻ്റെ കാരണം എന്താണെന്നറിയാം? നീറോ കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തക്കം നോക്കിയിരുന്ന നീറോയ്ക്കൊരു കാരണം കണ്ടെത്തി. എന്താണ്? ഇവിടെ ഉണ്ടായ അഗ്നിബാധയുടെ കാരണം ക്രിസ്ത്യൻ പ്രസൻസ് ആണ്. എങ്ങനെയാ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചെന്നറിയാമോ? റോമിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിൽ ക്രിസ്ത്യാനികളുടെ ശരീരം വലിച്ചു കെട്ടി രാത്രി അത് കത്തിച്ച സ്ട്രീറ്റ് ലൈറ്റായി ഉപയോഗിച്ച ചക്രവർത്തിയാണ്. ഏത് ചക്രവർത്തി? നീറോ എന്ന് പറയുന്ന ചക്രവർത്തി. കൂർത്തുമൂർത്തും ആയുധങ്ങളുടെ മുകളിൽ ക്രിസ്ത്യാനികളെ ഫ്ലാറ്റായിട്ട് കടത്തും. നമ്മൾ ഇന്നലെ നല്ല ഡൺലപ്പ് മെത്തൽ കടന്നിട്ട് എത്ര പ്രാവശ്യം തിരികുകയും മറിയുകയും ചെയ്തു. അപ്പോൾ അല്പം തിരിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ആയുധം തുളച്ചു കയറും. കുറച്ചുകൂടെ തിരിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ തുളച്ചു കയറും. നിരവധി ക്രിസ്ത്യാനികൾ ഈ ആയുധങ്ങളുടെ മുകളിൽ അവരെ കിടത്തിയതിൻ്റെ ഫലമായി രക്തസാക്ഷികളായി തീർന്ന കാലമാണ് AD 63-64 കാലഘട്ടം. മൃഗങ്ങളുടെ തോല് ചുറ്റി വെയിലത്തെറും. വെയിലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മൃഗങ്ങളുടെ തോലിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? വെയിലടിക്കുമ്പോൾ അത് വികസിക്കുകയല്ല, ചുരുങ്ങുകയാണ്. നിരവധി ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി തീർന്നു. ഇതെല്ലാം സഹിക്കാം. ഇതുപോലുള്ള മുകൾ ഭാഗത്തുള്ള സ്ഥലം ഉള്ളിടത്ത് റോമൻ പടയാളികളും സന്നാഹങ്ങളും അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരികളും കയറിയിരിക്കും. താഴെയുള്ള സ്ഥലത്ത് ദിവസങ്ങളോളം പട്ടിണിക്കിട്ട വന്യമൃഗങ്ങളുടെ മുമ്പിൽ ക്രിസ്ത്യാനികളുടെ ശരീരം വലിച്ചെറിയും. ഈ വന്യമൃഗങ്ങൾ ക്രിസ്ത്യാനികളുടെ ശരീരത്തിൽ ചാടിക്കയറി അവരുടെ ശരീരം ഛിന്ന ഭിന്നമാക്കി ആഹരിക്കുന്നത് കണ്ട് മുകളിലിരുന്ന് കൈകൊട്ടി ആസ്വദിച്ച കൊലോസ്യങ്ങൾ ഉള്ള കാലഘട്ടമായിരുന്നു നീറോയുടെ കാലഘട്ടം. അതുകൊണ്ട് ക്രിസ്തുവിശ്വാസികൾ ഏറ്റവും കൂടുതൽ റോമിനും റോമിന്റെ പ്രാന്തപ്രദേശങ്ങളിലും പീഡിപ്പിക്കപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലമാണ് AD 63-64 കാലഘട്ടം. അതിന്റെ തൊട്ടടുത്ത വർഷം പത്രോസ് എന്തിനാണ് ലേഖനം എഴുതിയത്? പ്രിയമുള്ളവരെ, റോമിൽ ആരംഭിച്ച ഈ പീഡനം എവിടെയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. റോമൻ ഭരണം നിലനിൽക്കുന്ന പ്രവിശ്യകളായ ഗലാത്യയിലും പൊന്തോസിലും ആസിയിലും ബിഥുനിയയിലും എല്ലാം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് ഓർത്ത് ദൈവജനം വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു പരിസരത്തിൽ അവരെ ഉറപ്പിക്കുവാനും അങ്ങനെയുള്ള ഒരു അവസരത്തെ ഗലാത്യയിലും പൊന്തോസിലും ഒക്കെ പാർക്കുന്ന ക്രിസ്തുവിശ്വാസികൾ നേരിടേണ്ടി വന്നാൽ അതിനെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും എന്നവർക്ക് പാഠം നൽകുന്നതിനുമാണ് ഈ ലേഖനം എഴുതിയതെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവരോട് പറയുകയാണ്, അവർ പ്രതീക്ഷിക്കുകയാണ്. കാരണം സാധ്യതയുണ്ട്. അവിടെ ഭരണത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് ആരംഭിച്ച പീഡനം എവിടെ ആരംഭിക്കും? നമ്മുടെ പ്രശ്നം അതാണല്ലോ. ഇന്ന് നമ്മൾ കേരളത്തിൽ വളരെ സുരക്ഷിതരാണെന്നൊക്കെ പറയും. പക്ഷേ കേന്ദ്രത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ആരംഭിച്ച പീഡനങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുവെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തു വിശ്വാസികളും അങ്ങനെ ചിന്തിച്ചു. ഇത് ഗലാത്യയിലും പൊന്തോസിലും ഒക്കെ ആവർത്തിക്കാൻ സാധ്യത. അവരോട് പറയുകയാണ്. എന്താ പറയുന്നറിയാമോ? പ്രതിസന്ധികളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനത്തിലേക്കാകണം എന്നവരെ പഠിപ്പിക്കുകയാണ്. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനത്തിലേക്ക്. അവരോട് പറയുകയാണ്, നിങ്ങൾ ആശ്രയം വെക്കാൻ ഉദ്ദേശിക്കുന്ന പല നങ്കൂരങ്ങളും ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യും? കൊട്ടിയടയ്ക്കപ്പെടും. അതിനുദാഹരണമാണ് പറയുന്നത്. പുല്ല് വളരെ ഭംഗിയുള്ളതാണ് കാണാൻ, പൂ അതിലും മനോഹരമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? പുല്ല് വാടി പൂവ് ഉതിർന്നു പോകും. പത്രോസ് ഉപയോഗിക്കുന്ന പദമാണ്. എന്താണ്? പുല്ല് വളരെ നല്ലതാണ്, ഒരുമിച്ച് നിൽക്കുന്ന കാണാൻ നല്ലതാണ്, പൂ അതിലും മനോഹരമാണ്. പക്ഷേ പുല്ല് വാടിപ്പോകും, പൂവ് ഉതിർന്നു പോകും. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരിടുമെന്നോർത്ത് ഭയപ്പെട്ട് നിങ്ങൾ അസ്വസ്ഥ ചിത്തരായി തീരേണ്ട കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ സാഹചര്യങ്ങളിലേക്കോ ചുറ്റുപാടുകളിലേക്കോ നോക്കാതെ നിങ്ങൾ ശാന്തമായി ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ഇതുപോലുള്ള പീഡനങ്ങളെ അതിജീവിച്ച വിശ്വാസധീരന്മാരുടെ ജീവിതത്തെക്കുറിച്ച് എവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലും വലിയ പീഡനത്തെ അതിജീവിച്ച, അതിനു മുമ്പിൽ ധൈര്യത്തോടെ പിടിച്ചു നിന്ന, അതിനെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിച്ച വിശ്വാസ വീരന്മാരുടെയും ധീര വനിതകളുടെയും അനുഭവങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്ന, ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഏത് പുസ്തകം? ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് താൽക്കാലിക ആശ്രയം തരുമെന്ന് കരുതുന്ന ഇടങ്ങളിലേക്കല്ല, പിന്നെ മറിച്ച് നിങ്ങൾ എവിടേക്ക് നോക്കണം? ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കണം. അത് പറയുകയാണ്, ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവെച്ച വചനം. അതുകൊണ്ട് ഒരു വചന കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്കും ദൈവവചനത്തിലൂടെ ശക്തി സമാഹരിക്കണമെന്നും അവരെ പത്രോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പുല്ല് വാടി പൂവ് ഉതിർന്നു പോകും, പക്ഷെ എന്താണെന്നറിയാമോ?
എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ നോട്ടം പായിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വചന കേന്ദ്രീകൃതമായി ജാഗ്രതയോടെ ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഉടമയായി തീരണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പതറിപ്പോകുന്ന നമുക്ക് പൊതുസമൂഹത്തിൽ എന്ത് സാക്ഷ്യം കൊടുക്കാൻ സാധിക്കും? എന്നാൽ ചെറിയ പ്രതിസന്ധികളെയും വചനം ഉയർത്തിപ്പിടിച്ച് നേരിടുവാൻ നമുക്ക് ത്രാണിയുണ്ടെങ്കിൽ, ശക്തിയുണ്ടെങ്കിൽ, പ്രാപ്തിയുണ്ടെങ്കിൽ, ആർജവത്വമുണ്ടെങ്കിൽ അത് അനേകരുടെ മുമ്പിൽ എന്തായി മാറുമെന്നറിയാമോ? സാക്ഷ്യമായി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു സംഭവ കഥ ചില വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഒരു കോളം വാർത്തയായി വന്നതാണ്. ആ വാർത്തയും നിങ്ങളെല്ലാവരും ഒരുപക്ഷെ വായിച്ചു കാണാം. അച്ഛന്മാർ പള്ളിയിൽ പ്രസംഗിച്ചു കാണാം. നമ്മുടെ നാട്ടിൽ നടന്നതല്ല, മെക്സിക്കോയിൽ നടന്ന ഒരു സംഭവമാണ്. മെക്സിക്കോയിലെ ഒരു തീരപ്രദേശത്തെ ഒരു ചെറിയ ദേവാലയത്തിൽ വളരെ ആത്മാർത്ഥമായി സജീവമായി അവിടുത്തെ ഗായക സംഘത്തിലും യൂത്ത് മൂവ്മെന്റിലും ഒക്കെ പങ്കെടുത്ത 2 യുവാക്കളാണ് ജീസസ് വിതാനിയും ലൂസിയോ റെൻഡറും. അവർ വിവാഹമൊക്കെ കഴിച്ചു, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, യങ് കപ്പിൾസാണ്. അവർ ആ തീരപ്രദേശത്താണ് ജീവിക്കുന്നത്. അവരുടെ ദേവാലയത്തിൽ എല്ലാവർക്കും നല്ല സാക്ഷ്യമുള്ളവരാണ് ജീസസ് വിതാനിയും ലൂസിയോ റെൻഡറും. അവരുടെ പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. എന്താണ് പേര്? ജീസസ് വിതാനിയും ലൂസിയോ റെൻഡറും എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല പേരുകളാണ്. യേശുവിൻ്റെ പേരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പേരാണ് അവർ കേട്ടിരിക്കുന്നത്. നല്ല സാക്ഷ്യമുള്ള യുവാക്കളാണ്. പക്ഷെ അവരുടെ ജോലി മീൻ പിടിക്കുക, അതുകൊണ്ട് തുറയിൽ വിറ്റഴിക്കുക, മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിക്കുന്നവരാണ്. സാധാരണ മത്സ്യബന്ധനത്തിന് പോകും, 1-2 ദിവസം കഴിഞ്ഞ് മടങ്ങി വരും. അവർ പിടിച്ച മീൻ തുറയിൽ വിറ്റഴിക്കും, അവരുടെ ദേവാലയത്തിലെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കും. എല്ലാവരുടെയും മുമ്പിൽ നല്ല സാക്ഷി ജീവിതം നയിച്ച വ്യക്തികളാണ് ഇത്. എന്നാൽ ഒരു പ്രാവശ്യം അവർ മത്സ്യബന്ധനത്തിന് പോയിട്ട് സാധാരണ മടങ്ങി വരുന്ന സമയത്ത് വന്നില്ല. 3 ദിവസം കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 11 മാസം കഴിഞ്ഞു. ജീസസ് വിതാനിയും ലൂസിയോ റെൻഡറും ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു. തുറയിലുള്ള എല്ലാവർക്കും വലിയ സങ്കടം. അത്രയും സാക്ഷ്യമുള്ളവരാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമുള്ള 2 യുവാക്കളാണ് ഇവർ. കുടുംബത്തിൽ വലിയ ദുഃഖം, ആകെ പ്രയാസം. തുറയിലുള്ളവർക്കെല്ലാം അങ്ങ് നിരാശയായിരുന്നു. കാരണം പള്ളിയിൽ അതുപോലെ സജീവമായ 2 യുവാക്കൾ പെട്ടെന്ന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? എന്നാൽ അവരുടെ രീതി അനുസരിച്ച് പരേതാത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കാനുള്ള പ്രാർത്ഥനയൊക്കെ നടത്തി അവർ വളരെ ദുഃഖിച്ചിരിക്കാം. എന്നാൽ 1 വർഷം തികയുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ജീസസ് വിതാനിയും ലൂസിയോ റെൻഡറും അവരുടെ തീരത്ത് മടങ്ങി വന്നു. നിങ്ങൾ ഓർത്തു നോക്കിയേ, അവർക്കുണ്ടായ ഒരു വലിയ സന്തോഷം വർണ്ണിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ, മരിച്ചു എന്ന് കരുതിയ തങ്ങളുടെ 2 സഹോദരന്മാർ ഇതാ ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവരെ സ്വീകരിക്കുവാൻ ആ തുറയിലെ ദേവാലയത്തിലുള്ളവരെല്ലാം ഒരുമിച്ച് കൂടി. ഇവർ മടങ്ങി വന്നു എന്ന് കേട്ടപ്പോൾ, കാരണം ദിവസങ്ങളോളം ഇത് പല പത്രങ്ങളിൽ വന്ന വാർത്തകളൊക്കെയാണ്, ഇവരെ കാണാനില്ല എന്നുള്ള പത്രങ്ങളിൽ വന്ന വാർത്തയൊക്കെയാണ്. പത്രമാധ്യമ പ്രവർത്തകരെല്ലാം ഒരുമിച്ച് വന്നു. അപ്പോൾ പത്രമാധ്യമ പ്രവർത്തകർ ഇവരോട് ചോദിച്ച 4 ചോദ്യവും അതിനവർ പറഞ്ഞ മറുപടിയുമാണ് അന്നത്തെ പത്രത്തിൻ്റെ ഒരു ഫ്രണ്ട് പേജിൽ കോളം വാർത്തയായി. പത്രമാധ്യമ പ്രവർത്തകർ അവരോട് ചോദിച്ചു, കഴിഞ്ഞ ഏകദേശം 1 വർഷം നിങ്ങൾ എവിടെയായിരുന്നു? അതിന് ജീസസ് വിതാനിയും ലൂസിയോ റെൻഡറും പറഞ്ഞു, ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോയ ആദ്യത്തെ ദിവസം തന്നെ പുറംകടലിലുണ്ടായ പേമാരിയിലും കൊടുങ്കാറ്റിലും പെട്ട് ഞങ്ങളുടെ ബോട്ടിൻ്റെ യന്ത്രം പൂർണ്ണമായി തകർന്നു. ഞങ്ങൾക്കറിയാവുന്ന സ്കില്ലൊക്കെ ഉപയോഗിച്ച് അത് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. അവസാനം ഞങ്ങൾ ആ പുറംകടലിൽ അലഞ്ഞു തിരികെയാണ്. അവസാനം തായ്ലൻഡിൽ നിന്നും മത്സ്യബന്ധനത്തിന് വന്ന മത്സ്യത്തൊഴിലാളികൾ തകർന്ന ബോട്ടിൽ ഞങ്ങളെ കണ്ടെത്തുകയും അവരുടെ ബോട്ടിൽ കയറ്റി അവരുടെ രാജ്യത്ത് കൊണ്ടുപോവുകയും ഞങ്ങളുടെ സംസാരിക്കുന്ന ഭാഷയൊക്കെ മനസ്സിലായി ആ പ്രദേശത്തുള്ളവരെല്ലാം പണം ശേഖരിച്ച് ഞങ്ങളെ മടക്കി ഇപ്പോൾ എവിടെ എത്തിച്ചിരിക്കുകയാണ്? മെക്സിക്കോയിൽ എത്തിച്ചിരിക്കുകയാണ്. ഏകദേശം ജിയോഗ്രഫി അറിയാവുന്നവരല്ലേ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? മെക്സിക്കോ എവിടെ കിടക്കുന്നു, തായ്ലൻഡ് എവിടെ കിടക്കുന്നു, 2 ധ്രുവങ്ങളിൽ കിടക്കുന്നു. അപ്പോൾ പത്രമാധ്യമ പ്രവർത്തകർ ആവേശത്തോട് ചോദിച്ചു, കഴിഞ്ഞ 11 മാസം നിങ്ങൾ തകർന്ന ബോട്ടിൽ എങ്ങനെ ചിലവഴിച്ചു? അതിനവർ പറഞ്ഞ മറുപടി ഒരു മർത്തോമക്കാരനും വിസ്മരിക്കരുത്. അവർ പറഞ്ഞ മറുപടി, വല്ലപ്പോഴും ഞങ്ങളുടെ ബോട്ടിൽ പറന്നിറങ്ങുന്ന കടൽ പക്ഷിയെ പച്ചയ്ക്ക് തിന്നു, ഉപ്പുരുചിയുള്ള മീനെ തിന്നും, ഉപ്പുവെള്ളം കുടിച്ചു. ഞങ്ങൾ ബൈബിൾ വായിച്ചു, പരസ്പരം ആശ്വസിപ്പിച്ചു. ബൈബിളിൽ പറയുന്ന ക്രിസ്തു ഞങ്ങളുടെ തകർന്ന ബോട്ടിൻ്റെ അമരത്തുണ്ടെന്ന് വിശ്വസിച്ചു. അവൻ ഞങ്ങളെ തീരത്തെത്തിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തകർന്ന ബോട്ടിൽ എത്ര ദിവസം? 11 മാസം ചിലവഴിച്ചു എന്നാണ് ജീസസ് വിതാനിയും ലൂസിയോ റെൻഡറും പറഞ്ഞു. നിങ്ങൾ ഓർത്തു നോക്കി, ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കാണുകയാണ്. നമുക്ക് 1 ദിവസം പറ്റുമോ, 2 ദിവസം പറ്റുമോ അങ്ങനെയുള്ള സാഹചര്യത്തെ അതിജീവിക്കാൻ? 1ഉം 2ഉമല്ല, 11-ൽ പരം മാസം തകർന്ന ബോട്ടിൽ ലക്ഷ്യം കാണാതെ പുറംകടലിൽ എത്രയോ നോട്ടിക്കൽ മൈൽ അലഞ്ഞു തിരികെയായിരുന്നു. എങ്ങനെയാണ് അവർ ആശ്വാസം കണ്ടെത്തിയെന്നറിയാമോ?
ചുറ്റുപാടുകളിലേക്ക് നോക്കിയല്ല. നമ്മൾ ഇന്നലെ കേട്ടതുപോലെ പ്രതിസന്ധി രൂപപ്പെടുന്ന സാഹചര്യങ്ങളിലേക്കും കാറ്റിലേക്കും കോളിലേക്കും ഒന്നുമല്ല നോക്കിയത്. അവർ അവരുടെ നോട്ടം എവിടേക്ക് പായിച്ചു? വചനത്തിലേക്ക് പായിച്ചു, ദൈവവചനത്തിലേക്ക് വായിച്ചു. കാക്കനാട് പള്ളിയിലെ കൺവെൻഷന് പോയവരല്ല വേദോത്സവമായിട്ട് പോയത്. പിന്നെ എവിടെ പോയവരാ? മീൻ പിടിക്കാൻ പോയവരാണ്. അടുത്ത ദിവസം മടങ്ങി വരും. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കിയേ, മത്സ്യബന്ധനത്തിന്റെ ഇടവേളയിൽ ലഭിക്കുന്ന അവസരവും വചനം വായിക്കണമെന്ന് താല്പര്യമുള്ള ജാഗ്രതയോടുകൂടി ജീവിച്ച 2 യുവാക്കളാണ് അവർ. അവർ പറയുകയാണ്, പ്രതിസന്ധികളേറി വന്നപ്പോൾ, പ്രശ്നങ്ങളേറി വന്നപ്പോൾ, മരണത്തെ മുഖാമുഖം കാണേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതറിപ്പോയില്ല. ഞങ്ങൾ വേദപുസ്തകം വായിച്ചു, പരസ്പരം ആശ്വസിപ്പിച്ചു. ബൈബിളിൽ പറയുന്ന ക്രിസ്തു ഞങ്ങളുടെ തകർന്ന ബോട്ടിന്റെ അമരത്തുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അവൻ ഞങ്ങളെ തീരത്തെത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എത്ര ദിവസം 11 മാസം ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, എന്തു വലിയ സാക്ഷ്യമാണ്! അവരുടെ ഒരൊറ്റ സാക്ഷ്യം മതി. ഞാൻ പ്രസംഗിച്ചിട്ടുള്ള മുഴുവൻ വേദികളിലും, എനിക്ക് യുവജനങ്ങളെ മീറ്റ് ചെയ്യാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും പറയുന്ന ഒരു ഇല്ലുസ്ട്രേഷനാണ്. എത്ര പേരിലേക്ക് അവരുടെ ജീവിതത്തിന്റെ സാക്ഷ്യം നമ്മൾ ഇതിനോടകം കൈമാറിയിട്ടുണ്ട്. കഥയല്ല, ചരിത്ര സംഭവമാണ്. പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ ഒരു ദൈവ പൈതൽ വചനത്തിലേക്ക് ആഴമായി നോക്കുകയും വചനത്തിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുകയും അതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുകയും ഈ ബൈബിളിൽ പറയുന്ന ക്രിസ്തു എന്റെ തകർന്ന ബോട്ടിന്റെ അമരത്തുണ്ടെന്ന് വിശ്വസിക്കുകയും അവൻ എന്നെ സുരക്ഷിതമായി തീരത്തെത്തിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്തായി മാറുന്നതെന്നറിയാമോ? അർത്ഥപൂർണമായി മാറും. അവരോട് പറയുകയാണ്, പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പീഡനമുണ്ട്. റോമൻ സാമ്രാജ്യത്തിന്റെ സിരാകേന്ദ്രത്തിൽ ആരംഭിച്ച പീഡനം ആസിയയിലും ബിഥുനിയിലും കപ്പദോക്കിയയിലും ഒക്കെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ഭയപ്പെടുമ്പോൾ പിന്മാറിപ്പോകരുത്. വചനത്തിലേക്ക് നോക്കുക. ദൈവമക്കൾ എങ്ങനെ പ്രതിസന്ധിയെ അതിജീവിച്ചു എന്നുള്ള ചരിത്രം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ പാഠമായി തീരട്ടെ. അത് നിനക്ക് ധൈര്യം പ്രദാനം ചെയ്യട്ടെ. അത് പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള അതിജീവന പാഠങ്ങൾ നിനക്ക് പകർന്നു തരട്ടെ എന്ന് പത്രോസ് എഴുതുന്ന സന്ദേശം ഈ കാലഘട്ടത്തിലും വളരെ സംഗതമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും നിனைക്കുന്നതിനും അപ്പുറത്താണ് നമ്മളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ. മനസ്സിലായോ? നമ്മൾ ഒട്ടും സ്വപ്നം കാണാത്ത ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ കടന്നു വന്നേക്കാം. പതറിപ്പോകുന്ന നിമിഷങ്ങളാണ്, തകർന്നു പോകുന്ന നിമിഷങ്ങളാണ്. നമ്മൾക്ക് ആശ്രയം വെക്കാവുന്ന ഇടങ്ങളൊക്കെ വളരെ മുഖത്തോട് നോക്കി പുഞ്ചിരിയോടുകൂടി ആതിഥ്യ മര്യാദയുള്ളവർ നമ്മുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കും അനധിവിദൂര ഭാവിയിൽ. എന്നാൽ ദൈവവചനത്തിൽ ആശ്രയം വെക്കുവാൻ, നങ്കൂരമിടുവാൻ ഒരു ദൈവപൈതലിന് സാധിച്ചാൽ അതാണ് പ്രതിസന്ധി അതിജീവിക്കുവാനുള്ള ശാശ്വതമായ മാർഗമെന്ന് വളരെ അസന്നിഗ്ധമായി പത്രോസ് നമ്മളെ പഠിപ്പിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു വചന കേന്ദ്രീകൃതമായ ജീവിതം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റും. ക്രമമായി വേദപുസ്തകം വായിക്കണം, ക്രമമായി ദൈവവചനം പഠിക്കണം. അത് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇടയിലൊരു യൂത്ത് കോൺഫറൻസിന് പോയി പിള്ളേരോട് ചോദിച്ചു, മക്കളെ ഏറ്റവും കൂടുതൽ വായിക്കുന്ന വേദപുസ്തക ഭാഗം ഏതാണ് നിങ്ങളുടെ വീട്ടിൽ? നമ്മളോട് ചോദിച്ചാൽ എന്ത് പറയും? സത്യമേ പറയാവൂ. സങ്കീർത്തനമാണ്. 117 സങ്കീർത്തനമാണ് ഫേവറേറ്റ്. കാരണം ഒരു വാക്യമേ ഉള്ളല്ലോ, അല്ലേ? എന്നാൽ ആ കൂട്ടത്തിലെ ബിരുദനായ ഒരു പയ്യൻ ചാടി എഴുന്നേറ്റ് സത്യസന്ധമായ മറുപടി പറഞ്ഞു. അവൻ പറഞ്ഞെന്താണെന്നറിയാം? ഞങ്ങളുടെ വീട്ടിൽ വായിക്കുന്ന 31 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാണ്. ജെനസിസ് ചാപ്റ്റർ 1 to 6. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ആശയം മനസ്സിലായി, ക്ലിക്ക് ചെയ്തില്ല. കാരണം പിള്ളേർ ചിന്തിക്കുന്നതിൻ്റെ അത്രയും റേഞ്ച് നമുക്കിപ്പം ചിന്തിക്കാൻ പറ്റത്തില്ല, നമുക്ക് കുറച്ചുകൂടെ പ്രായമായി. പിന്നെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ കുടുംബമായി പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും. കാരണം സൃഷ്ടി വിവരണങ്ങളെക്കുറിച്ചൊക്കെയാണല്ലോ ഉൽപ്പത്തി പറയുന്നത്. ഒരു ഇക്കോ ഫ്രണ്ട്ലി ഫാമിലി ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് വായിക്കുന്നത്. ടീനേജ് കുട്ടിയായതുകൊണ്ട് അവൻ ധൈര്യത്തോടെ ഒന്നുകൂടെ ചോദിച്ചപ്പോൾ, കാര്യം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ എല്ലാ വർഷവും കുടുംബമായി പള്ളിയിൽ പോകുന്ന ഒരു ദിവസമാണ് ഡിസംബർ 31, വാച്ച് നൈറ്റ് സർവീസ്. അന്ന് ഞങ്ങൾ പള്ളിയിൽ പോയി സാക്ഷ്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു തീരുമാനം എടുക്കും. എന്താ തീരുമാനം? ജനുവരി മാസം 1-ാം തീയതി തൊട്ട് വേദപുസ്തകം ക്രമമായി വായിക്കും. അങ്ങനെ ആ വർഷം ഞങ്ങൾ 31 വായിച്ചു, 2 വായിച്ചു, 3 വായിച്ചു. 4-ാം അധ്യായത്തിൽ വന്നപ്പോൾ സഹോദരന്മാർ തമ്മിലുള്ളൊരു പ്രശ്നമൊക്കെ കണ്ടു. അതുകൊണ്ട് ആ വർഷം വായന നിർത്തി. ആ വർഷവും ഡിസംബർ 31-ാം തീയതി ഞങ്ങൾ പോയി തീരുമാനം എടുക്കും. എന്താ? വേദപുസ്തകം ക്രമമായി കൃത്യമായി വായിക്കും. വാച്ച് നൈറ്റ് സർവീസ് സാക്ഷ്യവും പറയും, തീരുമാനം എടുക്കും. ആ വർഷം പരമാവധി 5 വരെ വായിച്ചു. വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് എവിടെ വരെ എത്താൻ പറ്റത്തുള്ളൂ? 6 or 7 വരെ. നമ്മൾ കൺവെൻഷനിൽ എടുക്കുന്ന പല തീരുമാനങ്ങളും ഇങ്ങനെയാണ്, ഒരാഴ്ച പോലും നീണ്ടു നിൽക്കത്തില്ല, അല്ലേ? അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഇതാ മത്സ്യബന്ധനത്തിന് പോയ അതിൻ്റെ ഇടവേളയിൽ ലഭിക്കുന്ന അവസരം പോലും ദൈവവചനത്തെ ജീവിതത്തോട് ചേർത്ത് നിർത്തി വായിക്കാൻ, ധ്യാനിക്കാൻ, ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാൻ, നിരാശാനിർഭരമായ ജീവിതത്തെ അതിജീവിക്കുവാൻ, കരുത്ത് സമാർജിക്കുവാൻ
രണ്ട് യുവാക്കൾക്ക്, നമ്മൾ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച രണ്ട് യുവാക്കൾക്ക് സാധിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, വചന കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന് മാത്രമേ അതിജീവനത്തിന്റെ ശക്തി പ്രദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായി പത്രോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പത്രോസ് ഒരു കാര്യം കൂടെ പറയുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കിയേ, ആ നാളിൽ ജീവിച്ച ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കടന്നുപോയ സംഘർഷഭരിതമായ സാഹചര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ ഇന്ന് എന്ത് സന്തോഷത്തോടെ വന്നാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? എത്ര സമാധാനത്തോടെ വന്നത്, എത്ര സേഫ്റ്റി അനുഭവിച്ചാണ് വന്നിരിക്കുന്നത്. പക്ഷെ അന്ന് അവരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവൻ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. ഇനി നിങ്ങൾക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും നിങ്ങളുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന് നടുവിലിരിക്കുന്ന കുഞ്ഞാണ് നിങ്ങളെ വേയിച്ച് ജീവജലത്തിന്റെ ഉറവിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയുകയും ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ അനുദിന ജീവിതത്തിലെ സംഘർഷങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എവിടേക്കെങ്കിലും നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം നമ്മൾ അതും ഇതും ചിന്തിച്ചും ആലോചിച്ചും കണക്ക് കൂട്ടിയും ഒക്കെ കഴിയുമ്പോഴത്തേന് നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോകും. അന്നത്തെ കാലത്തെ ക്രിസ്തു വിശ്വാസികളും സമാനമായ പരിസരങ്ങളിലൂടെ പോയവരാണ്. കാരണം പ്രതിസന്ധികൾ ഏറി വരികയാണ്. കിടന്നാൽ ഉറങ്ങാൻ പറ്റത്തില്ല. നാളെ എഴുന്നേൽക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് അവർ അസ്വസ്ഥ ചകിതരാണ്. അവരോട് പത്രോസ് പറയുന്ന ഒരു പാഠം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ജീവിക്കുന്ന പരിസരം നിങ്ങളുടെ സമാധാനം കെടുത്തിക്കളയുന്നതായിരിക്കാം, നിങ്ങളുടെ ലക്ഷ്യം തകർത്ത് കളയുന്നതായിരിക്കാം. പക്ഷെ ദൈവ പൈതലിനൊരു ലക്ഷ്യമുണ്ടാകും. അതാണ് 1 പത്രോസ് 13 വാക്യം. ആർക്കെങ്കിലും ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 1:13. നമ്മുടെ ധ്യാനം അവസാനിക്കുകയാണ്. വായിച്ചട്ടെ. അവരോട് പറയുകയാണ്, ശ്രദ്ധയോടെ കേട്ടോണം, നമ്മുടെ ധ്യാനം അവസാനിക്കുകയാണ്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിക്കണം. മനസ്സുറപ്പിക്കാൻ പറ്റിയ സാഹചര്യമാണോ അന്നേരം? എവിടെയെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത്രയും പ്രയാസമാണ്. ഇന്ന് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇന്നൊരു ദുഃഖഭാരത്തോടുകൂടി വളരെ പ്രയാസത്തോടുകൂടി കടന്നു വന്നിരുന്നതിൽ എൻ്റെ പ്രസംഗം പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുമോ? പലപ്പോഴും സാധിക്കത്തില്ല. കാരണം നമ്മുടെ മനസ്സ് അവിടെയും ഇവിടെയും, അച്ഛൻ പറയുന്നത് എങ്ങനെ എനിക്ക് ശരിയാകുന്നത്, അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ, ഇന്നലെയും പ്രാർത്ഥിച്ചിട്ട് കിടന്നിട്ടും ഇന്നും പ്രയാസമാണല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തു വിശ്വാസികൾ അങ്ങനെയാണ്. ആ സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. അവരോട് പറയുകയാണ്, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിക്കണം. എന്താ അവരോട് പറയുന്നത്? മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള വലിയ ദൈവത്തിന്റെ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന പരിസരങ്ങളിൽ ചില പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വൈതരണികളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇതൊന്നും കണ്ടൊരു ദൈവ പൈതൽ തകർന്നു പോകരുത്. നിങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ടാകണം. എന്താ ഫോക്കസ് എന്നറിയാമോ? നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ, നിങ്ങളെ വിശുദ്ധിയിലേക്ക് നയിച്ച യേശു കർത്താവ് വീണ്ടും നിങ്ങളെ ചേർക്കുവാൻ വരുന്ന ഒരു സുദിനമുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഫോക്കസ്. ഇതിന്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ പൂർണ്ണ പ്രത്യാശയുള്ളവരായി നിങ്ങൾ ജീവിക്കണം എന്നാണ് പത്രോസ് ലീഹ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തു വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതും ഇതും നോക്കി, അവിടെയും ഇവിടെയും നോക്കി, നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനത്ത് നിന്ന് നിങ്ങൾ ദൃഷ്ടി ഒരിക്കലും എടുത്തു കളയരുത്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള വലിയ വലിയ ദൈവത്തിന്റെ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് പ്രതിസന്ധിയുടെ മധ്യത്തിലും പ്രത്യാശ നിർഭരരായി ജീവിക്കാൻ സാധിക്കണം എന്നവരെ ഓർമ്മിപ്പിക്കാം. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളെല്ലാമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതും ഇതും എല്ലാം നമ്മളെ അസ്വസ്ഥ ചിത്തരാക്കി തീർക്കും. എന്നാൽ അതും ഇതും അവിടെയും ഇവിടെയും ഈ പ്രശ്നവും ആ പ്രശ്നവും ഒന്നും ഒരു ദൈവ പൈതലിന്റെ മനസ്സിനെ ചഞ്ചല ചിത്തരാക്കി തീർക്കരുത്. മറിച്ച് നമുക്കൊരു ഫോക്കസ് ഉണ്ടാകണം. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നു. പൊന്ന്, വെള്ളി മുതലായ വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത്, വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്, പിന്നെ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ എന്ന് പറഞ്ഞ് ആ കുഞ്ഞാടിന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് നൽകിയ കർത്താവ് നമ്മളെ ചേർക്കുവാൻ വീണ്ടും വരുന്ന ഒരു സുദിനമുണ്ട് എന്നുള്ളതാകണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ശ്രദ്ധാ കേന്ദ്രം എന്ന് 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കൺവെൻഷനുകളിൽ അതിൻ്റെ അവസാന ദിവസത്തെ യോഗത്തിലെ മുഖ്യ പ്രസംഗമാണ് യേശു കർത്താവിൻ്റെ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേട്ടിട്ടുണ്ടോ? ഇന്ന് പ്രസംഗിക്കുന്നവർക്കും ആ വിശ്വാസമില്ല, കേൾക്കാൻ നമുക്ക് ഒട്ടുമേ താല്പര്യമില്ല. കാരണം ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾക്കാണല്ലോ മൈലേജ് ഉള്ളത്. അതുകൊണ്ട് പ്രസംഗിക്കാൻ വരുന്നവരും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും.
എന്നാൽ വളരെ കൃത്യമായി ആദിമസഭ മുമ്പോട്ട് വെച്ച വലിയ ദർശനം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യേശു കർത്താവിൻ്റെ വീണ്ടും വരവുണ്ട്. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികവും ക്ഷണികവുമാണ്. കർത്താവിനോട് ചേർന്ന് നമുക്കൊരു പന്തിക്കിരിപ്പുണ്ട് എന്നുള്ളത് ഇഹലോക ജീവിതത്തിൽ നീ ആയിരിക്കുമ്പോൾ തന്നെ നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ നിനക്കുണ്ടാകും. അതുകൊണ്ടാണ് പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ പറയുന്നു, നിങ്ങളെ ശ്രദ്ധ അവിടെയും ഇവിടെയും നോക്കി പതറിപ്പോകരുത്. ആകയാൽ നിങ്ങളെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള വലിയ ദൈവത്തിന്റെ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു. പൗലോസിന്റെ ലേഖനം പഠിച്ചാൽ അപ്പോ കെരാഡോക്കിയോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. നമ്മൾ എങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി കാത്തിരിക്കണം എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം അപ്പോ കെരാഡോക്കിയോ. എന്താ ഈ പദത്തിന്റെ അർത്ഥം എന്നറിയാം? അത് വിശദമാക്കുന്ന പത്രോസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അന്ന് ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ഒരു ഗോപുരമുണ്ട്. മനസ്സിലായോ? ഒരു ഗേറ്റും ഒരു ഗോപുരമുണ്ട്. ഈ ഗോപുരത്തിന് മുകളിൽ ഒരു പടയാളിയെ കയറ്റിയിരുത്തിയിട്ടുണ്ട്. ഈ പടയാളിയുടെ ജോലി എന്താണെന്നറിയാം? ഈ ഗോപുരത്തിന് താഴെയുള്ള ഗേറ്റിൽ കൂടി ആര് പട്ടണത്തിനുള്ളിൽ പ്രവേശിക്കുന്നു, ആര് പുറത്തു പോകുന്നു എന്ന് വാച്ച് ചെയ്യാനാണ് ഗോപുരത്തിന് മുകളിൽ ആരെ കയറ്റിയിരുത്തിയിരിക്കുന്നത്? പടയാളിയെ കയറ്റിയിരിക്കുന്നത്. ഒരു ഗോപുരത്തിന് മുകളിൽ ഒരു പടയാളി എങ്ങനെ ഇരിക്കണം? നമ്മൾ കൺവെൻഷനിൽ ഇരിക്കുന്ന പോലെ ഇരുന്നാൽ മതിയോ? പിന്നെ എങ്ങനെ ഇരിക്കണം? നിങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി നിർനിമേഷനായി കണ്ണിമ പോലും വെട്ടാതെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണ്. എനിക്കതിൽ സന്തോഷമുണ്ട്, നിങ്ങളെ അഭിനന്ദിക്കുന്നുമുണ്ട്. എങ്ങനെ ഇരിക്കണം? ഈ ഗോപുരത്തിന് മുകളിൽ ഒരു പടയാളി എങ്ങനെ ഇരിക്കണം? കണ്ണ് ഇമ വെട്ടാതെ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കണം. എന്തിന് കാത്തിരിക്കണം? ആരാണ് കയറുന്നത്, ആരാണ് ഇറങ്ങുന്നതെന്ന് വായിച്ച്. അപ്പോൾ അന്നത്തെ കോണ്ടക്സ്റ്റിലാണ് അതിനുപയോഗിച്ചിരിക്കുന്ന പദമാണ്. അതുപോലെ ആയിരിക്കണം ഒരു ദൈവ പൈതലിന് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട ജാഗ്രത? കർത്താവിൻ്റെ വീണ്ടും വരവ്. ഒരു ഗോപുരത്തിന് മുകളിൽ ഒരു പടയാളി എങ്ങനെ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നുവോ അതുപോലെയുള്ള ജാഗ്രതയാണ് യേശു കർത്താവിൻ്റെ വീണ്ടും വരവ് എന്നുള്ള വിഷയത്തിൽ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് എന്നാണ് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തോടെ പൗലോസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ നടുവിലൂടെ ഒരു വിശിഷ്ട അതിഥി വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. റെഡ് കാർപ്പറ്റൊക്കെ ഇട്ട് നമ്മൾ സ്വീകരിക്കാനിരിക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ വഴിയുടെ ഇരുവശത്തും ആൾക്കാർ കൂടി നിൽക്കുകയാണ്. നിങ്ങൾ ഈ വാർത്ത കേട്ട് ഓടി വന്നപ്പോഴത്തേനും നിങ്ങൾ എവിടെ ആയിപ്പോയി? അല്പം പുറകിലായിപ്പോയി. നിങ്ങൾക്ക് ഈ ആളെ കാണുകയും ചെയ്യണം. എങ്ങനെ കാണും? സാധാരണ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഉയർന്നു നിൽക്കാൻ പരമാവധി ശ്രമിക്കും. മാക്സിമം കാണാൻ വേണ്ടി എന്ത് ചെയ്യും? 2 പെരുവിരലെ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് മുഴുവൻ താങ്ങി ഇങ്ങനെ ശ്രദ്ധയോടെ നിർനിമേഷരായി നോക്കി കാണും. ശ്രദ്ധയോടെ നിന്നാലേ കാണത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ പുറകിൽ നിൽക്കുന്ന ഒരാൾ ഒരു വിശിഷ്ടാതിഥിയെ കാണാൻ എങ്ങനെ ജാഗ്രതയോടെ ഉയർന്നു പൊങ്ങി നിൽക്കുന്നോ, ഇതുപോലെയാകണം യേശു കർത്താവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി ഒരു ദൈവ പൈതൽ കാത്തിരിക്കേണ്ടത് എന്നാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു വിഷയമാണോ? നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണെന്ന് നമ്മൾ പറയുകയും നാളത്തെ വിശുദ്ധ കുർബാനയിൽ ആരാധനാ മധ്യത്തിലും നിക്കാ വിശ്വാസ പ്രമാണത്തിലും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ എത്ര അഗണ്യമായി നമ്മൾ കളയുന്ന ഒരു വിഷയമാണ്. ഇന്നത്തെ ജീവിതം ക്രമപ്പെടുത്തുവാനുള്ള തത്രപ്പാടിൽ നിത്യമായൊരു ജീവിതം യേശു കർത്താവിനോടൊപ്പമുണ്ട് എന്നുള്ള അതിമഹത്തായ സന്ദേശത്തെ നമ്മൾ ലഘൂകരിച്ച് കളയരുത് എന്ന് 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് പറയുകയാണ്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിക്കണം. അതും ഇതും നോക്കി ശ്രദ്ധ പതറരുത്. നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ എനിക്ക് വരുവാനുള്ള ദൈവത്തിൻ്റെ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചോളാം. അതുകൊണ്ട് നിത്യതയെക്കുറിച്ചുള്ള ഒരു പ്രത്യാശയാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇന്നത്തെ ജീവിതത്തെ ചലനാത്മകമാക്കും. എൻ്റെ ഗായിക സംഘത്തിൽ മനോഹരമായി പാടിയ ഗായിക സംഘങ്ങളോട് പറയട്ടെ, കർത്താവിനെ സിംഹാസനത്തിൽ നടുവിലിരിക്കുന്ന കുഞ്ഞാടിനെയും ദൈവത്തെയും ആരാധിക്കുന്ന ഒരു ആരാധനാ സംഘത്തെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുന്നു. ആ ആരാധനാ സംഘത്തിൻ്റെ ഭാഗമായി നിന്ന് പാടുവാൻ നമുക്കൊരു സുദിനമുണ്ട്. ആ ഗായിക സംഘത്തിൻ്റെ ഭാഗമായി തീരുവാൻ നമുക്ക് ഇന്നത്തെ പാട്ടുകൾ നമുക്ക് പ്രയോജനമായി തീരുമ്പോഴാണ് നമ്മുടെ പാട്ട് ഏറ്റവും മഹത്തരമായി തീരുന്നത്. ആ കുഞ്ഞാടിനെ ആരാധിക്കുന്ന ഒരു ആരാധന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് ആരാധിക്കുകയാണ്. എന്നാൽ ആ ഒരു സംഘത്തോട് ചേർന്ന് ദൈവത്തെയും കുഞ്ഞാടിനെയും ആരാധിക്കുന്ന, മുഖാമുഖം കണ്ട് ആരാധിക്കുന്ന ഒരു സുദിനമുണ്ട് എന്നൊരു ദൈവ പൈതലിന് വിശ്വസിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമായി തീരുന്നത്. അതുകൊണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ടാൽ പിന്നെ ക്രിസ്തീയ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. ചുമ്മാതെ നാമമാത്രമായി ഇങ്ങനെ ജീവിച്ച് കുറച്ച് നാളെ ആയുസ് തീർക്കാമെന്നല്ലാതെ കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവിനോട് ചേർന്നൊരു പന്തിക്കിരിപ്പിന്റെ ദിവസമുണ്ട്. നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കണം. എൻ്റെ സമയം തീരുകയാണ്. ക്രിസ്തീയ കീർത്തനത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് ഫാനി ജെ ക്രോസ്ബി. നിങ്ങൾ വീട്ടിൽ പോയി ക്രിസ്തീയ കീർത്തനത്തിലെ താളുകൾ മറിച്ചാൽ മതി. ഫാനി ജെ ക്രോസ്ബി
ജനിച്ച് ആദ്യത്തെ 5 വയസ്സ് വരെ മാത്രമേ ഫാനി ജെ ക്രോസ്ബി കൺ തുറന്ന് ഈ ലോകത്തെ കണ്ടിട്ടുള്ളൂ. പിന്നെ തൻ്റെ ശിഷ്ട ആയുസ് മുഴുവൻ അന്ധയായി ജീവിച്ച ആളാണ് ഫാനി ജെ ക്രോസ്ബി. 6000-ൽ പരം ക്രിസ്തീയ കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. പോകല്ലേ കടന്നെന്നെ നീ പ്രിയ യേശുവേ, വാഴ്ത്തിൻ വാഴ്ത്തിൻ യേശു രക്ഷകനെ വാഴ്ത്തിൻ, അല്ലേ? ക്രിസ്തീയ സൈന്യമേവ പോരിനിരയ, ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് പാടുന്ന, നമ്മുടെ ഗായക സംഘം ആവർത്തിച്ച് പാടുന്ന ഒട്ടുമിക്ക പാട്ടുകളും എഴുതിയിട്ടുള്ളത് ഫാനി ജെ ക്രോസ്ബിയാണ്. ഫാനി ജെ ക്രോസ്ബി മരിക്കുന്നതിന് അവസാനമായി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഫാനി ജെ ക്രോസ്ബി പറയാണ്, അന്ധത എന്ന വരം എനിക്ക് നൽകിയ ദൈവത്തിന് സ്തോത്രം. കണ്ടോ, ജീവിതത്തിലെ കഷ്ടതയെ ഫാനി ജെ ക്രോസ്ബി എങ്ങനെ കണ്ടു? അന്ധത എന്ന വരം എനിക്ക് നൽകിയ ദൈവത്തിനായി സ്തോത്രം. കാരണം ഞാൻ മരിച്ചുയർത്തെഴുന്നേറ്റ് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ എൻ്റെ കണ്ണ് തുറന്ന് ആദ്യം ഞാൻ കാണുന്നത് എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച കർത്താവിനെയാണ്. ഇതാണ് നിത്യതയെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ. 39-ാം വയസ്സിൽ രക്തസാക്ഷിയായി തീർന്ന അനുഗ്രഹീതനായ ദൈവശാസ്ത്രജ്ഞനാണ് ഡീട്രിച്ച് ബോൺഹോഫർ. നമ്മളെല്ലാം കേൾക്കുന്ന ആളാണ്. 39-ാമത്തെ വയസ്സിൽ രക്തസാക്ഷിയായി തീരേണ്ടി വന്നു. നാസി പടയാളികൾ പിടിക്കുക. 39-ാമത്തെ വയസ്സിൽ നാസി പടയാളികൾ പിടിച്ച് അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി പോകുമ്പോൾ പടയാളികളോട് അവസാനമായി പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? പറഞ്ഞ വാക്ക്, നിങ്ങളെ സംബന്ധിച്ച് ഇതെന്റെ ജീവിതത്തിന്റെ അവസാനമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് കർത്താവിനോട് ചേർന്നുള്ള ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. ഫോർ യു ദിസ് മേ ബി ദ എൻഡ് ഓഫ് മൈ ലൈഫ്, ബട്ട് ഫോർ മീ ദിസ് ഈസ് ഓൺലി ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ലൈഫ് വിത്ത് ക്രൈസ്റ്റ്. കർത്താവിനോട് ചേർന്നുള്ള ഒരു നിത്യമായ ജീവിതത്തിന്റെ തുടക്കമാണ്. ഇതാണ് പ്രത്യാശ നിർഭരമായ ജീവിതം. പ്രിയമുള്ളവരെ, 1-ാം നൂറ്റാണ്ടിൽ നിരവധി പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ കടന്നുപോയ ക്രിസ്തു വിശ്വാസികളോട് പത്രോസ് ശ്ലീഹ പറയുന്ന സന്ദേശം വളരെ സംഗതവും പ്രസക്തവുമായ സന്ദേശമാണ്. 1, അവരോട് പറയുന്നു, നിങ്ങൾ ആരാണ്? വിശുദ്ധരും വീണ്ടെടുക്കപ്പെട്ടവരുമാണ്. 2, അവരോട് പറയുന്നു, നിങ്ങൾ ആരാണ്? നിങ്ങൾ നിർവ്യാജമായ സഹോദര പ്രീതിയിൽ നിലനിൽക്കണം. അതിഥി സൽക്കാരത്തിന്റെ അർത്ഥം മനസ്സിലായാണല്ലോ പറയുന്നത്, അല്ലേ? അതിഥി സൽക്കാരം ആചരിക്കണം. 3, നിങ്ങൾ ഏത് പ്രതിസന്ധി വന്നാലും പുല്ലുതിർന്ന് പൂ വാടിപ്പോകും. എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം ജീവിതത്തോട് ചേർത്ത് നിർത്തി സന്തോഷത്തോടെ അഭിമാനത്തോടെ വചനം വായിക്കുകയും അതിൽ ശക്തിപ്പെടുകയും ധൈര്യം സംഭരിക്കുകയും ചെയ്യണം. അവസാനമായി അവരോട് പറയുന്നു, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു കർത്താവിന്റെ വീണ്ടും വരവിൽ എനിക്ക് ലഭിക്കുന്ന വലിയ ദൈവത്തിന്റെ കൃപയിൽ പൂർണ്ണ പ്രത്യാശയുള്ളവരായിത്തീരണം. നിങ്ങൾ ഭൗതികമായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയിൽ നിങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കാൻ സാധിക്കും. ആമീൻ കർത്താവേ, വേഗം വരണേ. ആമീൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ആമീൻ കർത്താവേ, വേഗം വരണേ. ആമീൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കും. ക്രിസ്തുസ് ഗീതങ്ങളിൽ 210-ാമത്തെ ഗീതം ആലപിക്കുന്ന സമയത്ത് സ്തോത്രാഷ്ടം സ്വീകരിക്കുന്നതായിരിക്കും. ക്രിസ്തുസ് ഗീതങ്ങളിൽ 210 സ്തുതിപ്പീൻ.
കൃത്യം 7:30 തന്നെ വിശുദ്ധ കുർബാന ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. നമ്മുടെ കൺവെൻഷൻ്റെ സമാപന സന്ദേശം ആരാധന മധ്യത്തിലാണ് നൽകുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ വന്ന് സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. ഇനി ഇത്രയധികം ആളുകൾ വന്നതിലുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. വന്ന ആളുകൾക്ക് എല്ലാവർക്കും ചൂട് കഞ്ഞി താഴെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമേ പോകാവൂ എന്നുള്ളത് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ സാറ് പ്രാർത്ഥിക്കുന്നതാണ്. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ വചനം എത്ര ശ്രേഷ്ഠമാണ് കർത്താവേ. അത് ഞങ്ങളുടെ ചൈതന്യം ഉള്ളതായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്ന അനുഭവത്തിനായിട്ടൊക്കെ ഞങ്ങൾ അവിടുത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഏത് അവസ്ഥയിലാണെന്ന് ഞങ്ങളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, കർത്താവെ, ഞങ്ങൾ ആരാണ്, ഞങ്ങളെ വിളിച്ചവൻ ആരാണെന്ന് മനസ്സിലാക്കുവാനുള്ള വലിയ അവസരം അവിടെ തന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വിളിച്ചവൻ വിശുദ്ധനാകയാൽ ഞങ്ങൾ വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിപ്പാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അശുദ്ധിയുടെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുവാൻ കർത്താവ് വിശുദ്ധനായതുകൊണ്ട് അവന് യോഗ്യമായ വിശുദ്ധ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ കർത്താവേ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുത്തത് കർത്താവേ കുഞ്ഞാടിൻ്റെ നിർദോഷവും നിർമ്മലവുമായ കർത്താവെ വിലയേറിയ രക്തത്താലാണല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം വളരെ വിലപിടിപ്പുള്ളതാണെന്ന് ഞങ്ങളെ ഈ രാത്രി കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം കർത്താവേ. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ജീവൻ തന്ന് സ്നേഹിച്ച കർത്താവാണല്ലോ. ഞങ്ങളുടെ സ്നേഹം എങ്ങനെയുള്ളതാണെന്ന് ചിന്തിക്കുവാൻ, നിർവ്യാജമായിട്ടുള്ള സ്നേഹത്താൽ മറ്റുള്ളവരെ കരുതുവാൻ കർത്താവേ, ആ സഹോദര പ്രീതി ഞങ്ങളുടെ റിസ്ക് എടുത്തു പോലും അങ്ങനെ ചെയ്യുവാനുള്ള വലിയ കൃപ അടിയങ്ങളുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ലോകത്തിൻ്റെ ചുറ്റുപാടുകൾ നോക്കി ഞങ്ങൾ തളർന്നു പോകാതെ മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ കർത്താവെ ഞങ്ങളെ ശക്തീകരിക്കുകയും വീണ്ടെടുക്കുകയും ചൈതന്യം പകരുകയും ചെയ്യുന്നതായിട്ടുള്ള ദൈവവചനത്തിൽ ആശ്രയിപ്പാൻ കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളോട് ആഹ്വാനം ചെയ്തല്ലോ. അതിന് ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, എല്ലാറ്റിനുപരിയായി ഞങ്ങളെ വീണ്ടെടുത്തവനായ കർത്താവ്, വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ വളരെ വേഗം വന്നിട്ട് അടിയങ്ങളെ ചേർക്കുന്ന ഒരു സുദിനമുണ്ടല്ലോ. ആ ഒരു വലിയ പ്രത്യാശയിൽ നിലനിൽപ്പാൻ ചുറ്റുപാടുകളെ നോക്കി കർത്താവെ, ഞങ്ങളെ എതിർപ്പുകളെ നോക്കിയിട്ട് മനമടിപ്പിക്കുന്നതായിട്ടുള്ള ചുറ്റുപാടുകൾ നിരാശപ്പെടാതെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് എൻ്റെ കർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിപ്പാൻ, നിന്നോട് ചേർന്ന് ഇരിപ്പാൻ അടിയങ്ങൾക്ക് വലിയ അവസരമുണ്ടെന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ ഈ രാത്രി ഈ വചനം കേട്ട് എല്ലാവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വിഘാതമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി മാറ്റിക്കളഞ്ഞിട്ട് വിശുദ്ധിയുടെ അനുഭവത്തിൽ, വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ ആയിത്തീരുവാൻ ഇടയാക്കണമേ. വചനം സംസാരിച്ച അവിടുത്തെ വിലയേറിയ മകനായിട്ട് സ്തോത്രം. ശക്തീകരിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. അനേകരുടെ വീണ്ടെടുപ്പിന് നിന്റെ മകനിലൂടെ അവിടുന്ന് തുടർന്നും പ്രവർത്തിച്ച് ബലപ്പെടുത്തി കുടുംബമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന 2 അടിയങ്ങളുടെ അച്ഛന്മാർക്കായിട്ടും സ്തോത്രം. സോളമനച്ചനായിട്ട്, മിനോയച്ചനായിട്ട് സ്തോത്രം. എൻ്റെ മക്കളെയും കുടുംബങ്ങളായിട്ട് ഈ പ്രദേശങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വേല ചെയ്യുവാൻ, അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ഈ നാളുകളിൽ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന അവിടുത്തെ പ്രിയജനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കേട്ടതുപോലെ അന്യോന്യം കരുതുവാൻ, നിർവ്യാജ സ്നേഹത്തിൽ സഹോദരപ്രതിയോടെ നിലനിൽക്കുവാൻ ഈ ഇടവകയ്ക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച കർത്താവേ ഗായ സംഘത്തിനായിട്ട് സ്തോത്രം. നേതൃത്വം നൽകിയ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് സ്തോത്രം. അടിയങ്ങൾ
കർത്താവെ പിരിഞ്ഞു പോകുന്നു. നിന്റെ സാന്നിധ്യത്താൽ സമാധാനമായി ഉറങ്ങുവാൻ, പ്രത്യാശയോടെ നിൽപ്പാൻ എല്ലാവർക്കും ഇടയാക്കുകയും തുണയ്ക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. രാജ്യം വരേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടുമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനവും കൃപയും പ്രിയമുള്ളവരെ നാം എല്ലാവരോടും നാം കേട്ട വചനത്തോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.